വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇംഗ്ലീഷ് ഫെലോഷിപ്പ് മിനിസ്ട്രി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ രാത്രിയിൽ നിങ്ങളോടൊപ്പം കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. വീര സിസ്റ്ററെ കുടുംബമായിട്ട് ഞാൻ ഓർക്കുന്നു, വന്ദനം പറയുന്നു. അപ്പോൾ തന്നെ ജിനു തങ്കച്ചൻ പാസ്റ്റർ, അദ്ദേഹത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ആരാധന വർഷിപ്പ് വളരെ അനുഗ്രഹമായിരുന്നു. ആമേ സ്തോത്രം. അതുപോലെ ഇതിനകത്തായിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധരായിരിക്കുന്ന ദൈവദാസന്മാര്, ദൈവമക്കള്, വിദേശത്ത് ആമേ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവര് എല്ലാവർക്കും ഞാൻ ക്രിസ്തുവിൽ വന്ദനം പറയുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ആമേ ചില മിനിറ്റുകൾ ഒന്ന് അടച്ചിട്ട് ആമേ അന്യഭാഷ ഉള്ളവർ ആമേ ചില മിനിറ്റുകൾ അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഇന്ന് രാത്രിയിൽ എന്നോട് ഈ 20ാമത്തെ ദിവസം ആമേ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടണമേ. ഒരു മനുഷ്യന്റെ ശബ്ദത്തെക്കാൾ ആമേ ദൈവത്തിന്റെ ശബ്ദം ആമേ എനിക്ക് കേൾക്കുവാൻ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ ആവശ്യങ്ങളെ, എൻ്റെ വിഷയങ്ങളെ ഒന്ന് തൊട്ട് ദൈവത്തിന്റെ കരം ഒന്ന് വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. റാഷ്യത്തേരിയ ലംശമന ഹതരഘടക 2025 ആമേ സ്തോത്രം. ആമേ എന്നോട് ദൈവം പറഞ്ഞിട്ടുള്ളതെല്ലാം, ആമേ ദൈവം പറഞ്ഞിട്ടുള്ള വാക്തത്വങ്ങൾ 2026 തുറക്കാൻ പോകുന്നത് എല്ലാത്തിനുമായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. റബന ഹതുര രബഷ്യ ലഗസ്തര ലഗതന ഘടക അന്മശമന ഹസ്തര ജാനകം തെരേദിയാലബ. കർത്താവെ, ജനത്തെ അവിടുന്ന് ഒരുക്കുമാറാകണമേ. ദേഹം, ദേഹി, ആത്മാവിനെ ദൈവങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രാണനെ, ഞങ്ങളുടെ ദേഹിയെ, ഞങ്ങളുടെ ദേഹത്തെ കർത്താവെ പരിശുദ്ധാത്മാവിൽ സമർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണമേ. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുമാറാകണമേ. ഒരു ആള് പോലും നിരാശരായി പോകരുത് കർത്താവെ. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ശക്തമായി ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലയിടങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല റൂമുകൾ അകത്ത് അവയെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് ഏക മനസ്സോടെ, ഐക്യതയോടെ ദൈവത്തിന്റെ ഹിതത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അവിടുന്ന് വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. യേശുവിൻ നാമത്തിൽ ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ച് പെരുകി. ആമേൻ സ്തോത്രം. വാഗ്ദത്ത കാലം എന്നുള്ള ഒരു വിഷയമാണ് ആമേ ഇന്ന് രാത്രിയില് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ മന്ന പറക്കാൻ പറഞ്ഞപ്പോ ദൈവം പറഞ്ഞത് അന്നന്ന് ദിവസത്തെ മന്ന എന്ത് ചെയ്യണം, അതത് ദിവസം പറക്കണമെന്നാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിനുള്ളതാണിത്. ഈ മന്ന ഇത് ഇന്നത് പ്രയോജനപ്പെടുത്തിക്കണം കേട്ടോ. ഇന്ന് ഇതിനകത്ത് കേൾക്കുന്ന ആളുകൾക്ക് ഭക്ഷിക്കാനുള്ള മന്നയാണ് ഇന്ന് ദൈവം തരുന്നത്. ഇന്ന് ഈ വചനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഏത് പ്രശ്നത്തെ, ഏത് വിഷയത്തിന്, ഏത് ആവശ്യത്തെയും വിശ്വസിച്ചാൽ അതിനെ അത്ഭുതമാക്കാൻ പറ്റും. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഈ വാഗ്ദത്ത കാലം എന്ന് പറയുന്നത് ന്യായപ്രമാണ കാലത്തിനും ഇപ്പോഴുള്ള കാലഘട്ടത്തിനും ഒക്കെ ഇടയ്ക്കായിട്ട് നോക്കിക്കേ, ദൈവം സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് വെച്ചേക്കുകയാണ് വാഗ്ദത്ത കാലം. ശരിക്കും പറഞ്ഞാൽ ഈ നെബൂഖദ്നേസറിന്റെ കാലഘട്ടം, ഫറവോന്റെ കാലഘട്ടം, മോശയുടെ കാലഘട്ടം, കുറച്ചും കൂടെ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ മോശയെ കുറിച്ച് പറയുന്നുണ്ട്, മോശയുടെ കാലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ കാലത്ത് മോശ ജനിച്ചു കേട്ടോ. അപ്പൊ മോശയുടെ കാലം, ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെയും കാലമുള്ളപ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുകയാണ് ഒരു വാഗ്ദത്ത കാലമുണ്ട്. അമസ്തോത്രം. പക്ഷെ ഇത് മൂവ്മെന്റ് ആണെങ്കിൽ, ഇത് പ്രോസസ് ആകണമെങ്കിൽ ഒരു കാര്യം വേണം, നമ്മുടെ അകത്തൊരു നല്ല വിശ്വാസം വേണം. പലരും പറയുന്നുണ്ട്, പാസ്റ്റർ എന്നോട് 2020 പറഞ്ഞ വാഗ്ദത്തം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, തുറന്നിട്ടില്ല. 2025 പറഞ്ഞതും ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പലതും എന്ത് ചെയ്യാണ്, ചിലർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്,
ചില കാര്യങ്ങൾ തുറന്നു വരുന്നുണ്ട്. ചിലർ ദീർഘനാളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ചിലർ പറയും ആ ദൈവത്തിന്റെ സമയമാകട്ടെ. ഞാൻ എനിക്കൊരു അലക്സ് പാസ്റ്റർ അറിയാം, ഏജിയിലുള്ള. അദ്ദേഹത്തോട് എന്തെങ്കിലും ദൂത് പറയുകയാണെങ്കിൽ പുള്ളി പറയും ദൈവം ചെയ്യുമ്പോൾ ചെയ്യട്ടെ. എന്ന് വെച്ചാൽ ഇത് കേട്ട് കേട്ട് എന്ത് ചെയ്തു, കുറെ എല്ലാം കേട്ട് കേട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ആ പാടെ അങ്ങോട്ട് ഇതായി. അപ്പം പുള്ളി പറയും, എന്നോട് പറയും, എന്റെ പാസ്റ്ററെ ദൈവം ചെയ്യുമ്പോൾ ചെയ്യട്ടെ, ഞാൻ ഇതെല്ലാം കേട്ട്. അപ്പം ഇത് ഒത്തിരി ഇങ്ങനെ കേട്ട് 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 ആൾക്കാർക്ക് എന്ത് ചെയ്തു, എപ്പോഴെങ്കിലും ദൈവം ചെയ്യുവാണ് ചെയ്യട്ടെ, എന്നാലും വേണ്ടില്ല, ഞാൻ എന്ത് ചെയ്യും, ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ മഹത്വപ്പെടും. നല്ല കാര്യമാണ്. അതിനകത്ത് ഞാൻ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഈ മേലാതായി വരുമ്പോഴാണ് നമുക്ക് ആരാധിക്കാനും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ 21 days ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഒരാഴ്ച ഞങ്ങളുടെ മാസയോഗം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പനി പിടിച്ചു കഴിഞ്ഞപ്പം നമ്മൾ 21 days ഫാസ്റ്റിംഗ് ഇരുന്ന കാരണം ഇമ്മ്യൂണിറ്റി പവർ എല്ലാം പോയി, ശരീരം അങ്ങ് ക്ഷീണിച്ചു, പെട്ടെന്ന് മരുന്നും പ്രതികരിക്കുന്നില്ല. അപ്പൊ നമ്മുടെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തിരിക്കും, നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓർക്കും ചത്താ മതി. സ്വാഭാവികമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് അകത്ത് എല്ലാം പറ്റുന്നുണ്ട്. പക്ഷെ നമ്മുടെ പുറമേ എന്തല്ല, ഒന്നിനും ഒരു നമുക്കൊരു സുഖമില്ല, നല്ല ഭക്ഷണം കഴിച്ചിട്ട് ശരിയാകുന്നില്ല, ഒന്നിനും അങ്ങോട്ട് ഒരു സന്തോഷമില്ല. പക്ഷെ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു, ശരിയായി. ഇപ്പൊ ആരോഗ്യമൊക്കെ ആയപ്പോ എനിക്ക് തോന്നി ഇപ്പൊ എവറസ്റ്റ് എന്ന് കീഴടക്കിയാൽ കൊള്ളാമെന്നൊക്കെ എനിക്കുണ്ട്. അപ്പൊ നമ്മൾ ആരോഗ്യം ഉള്ളപ്പോ നമുക്ക് എന്ത് തോന്നും, എല്ലാമൊക്കെ എവറസ്റ്റ് കീഴടക്കാം, അങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യാന്നൊക്കെ തോന്നും. പക്ഷെങ്കില് ദൈവം അതിനകത്തൊന്ന് ഇൻബിൽറ്റ് ആക്കി മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവായിട്ടുള്ള മാത്രമേ ഉള്ളൂ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. രാമൻ പറഞ്ഞ്, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, നാം വിജയിച്ചവരാണ്. എന്നാൽ നമ്മൾ വാഗ്ദത്ത കാലത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡോറ് എന്ന് വെച്ചാൽ ദൈവാത്മാവ് നമുക്ക് വേണ്ടി തുറക്കും. ഓൾറെഡി നമ്മൾ വാഗ്ദത്തകാലത്താണ്, പക്ഷെ ചിലർക്ക് തുറന്നു വരുന്നുള്ളൂ. ഞാൻ അത് തെളിയിച്ചു തരാം. അപ്പം വിശ്വാസം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 1-ാം അധ്യായം തൊട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ, ആദാമ ഹവ്വ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ 4-ാം അധ്യായത്തിൽ നമുക്ക് ഹാബേലിനെയും കാണാം, കായിനെയും കാണാം. അവിടെ പറയുന്നു, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം എന്ത് ചെയ്തു, പ്രസാദിച്ചു. കായിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. പക്ഷെ കായിനോട് ദൈവം സംസാരിച്ചു, നീ അത് നന്നായി ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിന്നെ പ്രസാദിച്ചേനെ. സ്തോത്രം. അപ്പൊ എന്താ പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, ഈ കായിൻ അത് നന്നായി ചെയ്തില്ല. ഒരു സ്തോത്രം പറഞ്ഞുള്ളെങ്കിലും അത് നന്നായിട്ട് പറയണം, ഹൃദയത്തിൽ നിന്ന് പറയണം. നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ എന്ത് കൊടുത്താലും, എന്ത് മേടിച്ചാലും, എന്ത് പറഞ്ഞാലും അത് നമ്മൾ നന്നായി ചെയ്താൽ ദൈവം എന്ത് ചെയ്യും, നമ്മളെ അനുഗ്രഹിക്കും. അപ്പൊ ആബേല് വലിയ പുള്ളിയായിട്ടൊന്നുമല്ല, പക്ഷെ ആബേലിന് തന്റെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത ഒരു കാര്യത്തിനകത്ത് ഭയങ്കര ഒരു ആത്മഭാരം ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞു കൊടുത്തെന്ന് അറിയാമോ? മക്കളെ, നമ്മൾ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല, നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ടവരായിരുന്നു. ഒരു ഏദൻ തോട്ടത്തിനകത്താണ് നമ്മളെ ആക്കിയത്, പക്ഷെ സാത്താൻ നമ്മളെ വഞ്ചിച്ചു. ദൈവം എന്ന് പറയുന്ന ഈ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ഒരു സർവശക്തനായ ദൈവവും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇവരാരും ദൈവത്തെ കണ്ടിട്ടൊന്നുമില്ല. ആബേൽ ദൈവത്തെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ആബേൽ അതങ്ങ് വിശ്വസിച്ചു. ആബേൽ അത് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ ഏദൻ തോട്ടത്തിൽ ഒന്ന് കയറണം, ആ പറുദീസയ്ക്കകത്ത് കയറണം, ആ ദൈവമായിട്ടൊന്ന് സംസാരിക്കണം, ആ ദൈവമായിട്ടൊന്ന് നടക്കണം. അങ്ങനെ ഒരു ദൈവം ഉണ്ടോ അമ്മേ, അങ്ങനെ ഒരു ദൈവം ഉണ്ടോ പപ്പ എന്നൊക്കെ എന്ത് ചെയ്തു, ആബേൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുകയും ചോദിക്കുകയും പിന്നെ ദൈവത്തിന് യാഗം കഴിക്കുവാൻ വിശ്വാസത്തോടെ വരികയും ചെയ്തു. എന്ത് ചെയ്തു, ആബേൽ യാഗം കഴിച്ചു, ദൈവം പ്രസാദിച്ചു. ദൈവം പ്രസാദിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവം പ്രസാദിച്ചത് കൊണ്ട് എന്ത് ചെയ്തു, ഈ കായിൻ എന്ത് ചെയ്തു, ഹാബേലിനെ കൊന്നുകളഞ്ഞു. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, എന്റെ പ്രാർത്ഥനാ മുറി. ഇങ്ങനെ എന്തുകൊണ്ട് ഹാബേലിനെ മരിക്കാൻ അനുവദിച്ചു? ന്യായമായിട്ടൊരു ചോദ്യം അല്ലെ? ദൈവം എന്തുകൊണ്ട് ഹാബേലിനെ മരിക്കാൻ അനുവദിച്ചു? ദൈവത്തിന് വേണമെങ്കിൽ ആ സിറ്റുവേഷൻ ഒഴിവാക്കാൻ പാടില്ലായിരുന്നു. നമ്മളിത് വായിച്ചു വിടുക, ആ സിറ്റുവേഷനൊക്കെ ഒന്ന് ഒഴിവാക്കി മാറ്റാമായിരുന്നു. എന്തിനാ പ്രാർത്ഥിക്കുന്നവനെ തന്നെ, എന്തിനാ ആരാധിക്കുന്നവനെ തന്നെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുത്തത്? കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, ലോകത്തിലെ ഒരു മനുഷ്യനും ഈ പാപത്തിൽ നിന്ന് ഈ ജനത്തെ വിടുവിക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യന്റെ രക്തത്തിനും പറ്റത്തില്ല. സ്തോത്രം. മനസ്സിലായോ? എന്ന് വെച്ചാൽ മൂക്കിൽ ജീവശ്വാസമുള്ള മനുഷ്യന് എന്ത് വില മതിക്കുവാനുള്ളൂ? അതുകൊണ്ട് നീതിമാനായ ഹാബേല് മരിച്ചിട്ടും അവന്റെ രക്തം എന്ത് ചെയ്തു, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവിടെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പറയുകയാണ് പൗലോസ്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തം ആമയുണ്ട്. എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും, ഒരു മത ദൈവങ്ങൾക്കും മത നേതാക്കന്മാർക്കും ആർക്കും നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂതനെ നിങ്ങൾ മാറുമ്പോൾ വിശ്വാസത്തോടെ സ്വീകരിച്ചോ. യേശുവിന് മാത്രമേ, യേശു ക്രിസ്തുവിന് മാത്രമേ എന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവം തെളിയിക്കുകയാണ്. ഉടരമന ഹതരഘടക അർദ്ധപ്രമന ഘടക ജാലബന്ധര ഘടകസ്യ. ഞാൻ ആ ഭാഗം വരട്ടെ. ഈ 4-ാം അധ്യായത്തില് അവിടെ ശരിക്കും പറഞ്ഞ ഹാബേലിന്റെ പേരൊക്കെ വംശപാരമ്പര്യത്തിൽ വരുമ്പോൾ പറഞ്ഞാണ്. പക്ഷെ 4-ാം അധ്യായം അവസാനിച്ചു കഴിഞ്ഞപ്പോ കണ്ടോ, അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആദമിന് വീണ്ടും ഒരു മകൻ ജനിച്ചു. അവന് ഷേത്ത് എന്ന് പേരിട്ടു. ഷേത്തിനൊരു മകൻ ജനിച്ചു, ഏനോഷ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഇതിനൊരു ആമേൻ പറയണം കേട്ടോ. ഈ കാലത്തിനൊരു ആമേൻ പറയണം. കുറച്ചു നാളായിട്ട് ആരാധനയില്ല, കുറച്ചു കാലഘട്ടമായിട്ട് പ്രാർത്ഥനയില്ല, കുറച്ചു കാലമായിട്ട് ദൈവമായിട്ടുള്ള ബന്ധമില്ല, കുറച്ചു കാലമായിട്ടൊന്നുമില്ലാതിരിക്കുമ്പോൾ ഒരു മകൻ ജനിച്ചപ്പോൾ ഒരു വാഗ്ദത്തം തുറക്കുകയാണ്. രക്തം ജയം വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോട് പറയുന്നു, കുറെ നാളുകളായിട്ട്, കുറെ വർഷങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിനകത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, സ്വാതന്ത്ര്യമായി ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പുലർത്താൻ കഴിയാതെ, ഏതെങ്കിലും വിധത്തിനകത്ത് ഫ്രീഡം അനുഭവിക്കാൻ കഴിയാതെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ചിലത് ജനിക്കാൻ പോകുകയാണ്. ആരാധിക്കുന്ന ചിലതിന്റെ ഹൃദയത്തിനകത്ത് വിശ്വസിക്കുന്നെങ്കിൽ ചിലത് ജനിക്കാൻ പോകുകയാണ്. അപ്പൊ ഷേത്ത് എന്ത് ചെയ്തു? ഒരു തലമുറ മുഴുവനും നശിച്ച് ഇവിടെ എന്ത് ചെയ്യുക, പുറകോട്ട് കിടക്കുമ്പോൾ ഷേത്ത് എന്ത് ചെയ്തു? വീണ്ടും വിശ്വസിച്ചു. ഷേത്ത് വിശ്വസിച്ചപ്പോൾ ഷേത്തിന്റെ തലമുറയിൽ നിന്ന് ഏനോഷ് ജനിക്കുകയാണ്. ഏനോഷിന്റെ കാലഘട്ടത്തിൽ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. രക്തം ജയം വ്യാപരിക്കട്ടെ. അടുത്ത 5-ാം അധ്യായം കേട്ടോ. 5-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം മരണമണിയുടെ മുഴക്കം ചരിത്രകാരന്മാർ പറയുന്നത്. മരണമണിയുടെ മുഴക്കം നിങ്ങൾ നോക്കിക്കേ. മരിച്ചു, ജീവിക്കുന്നു, ആരാധിക്കുന്നു, വിശ്വസിക്കുന്നു, മരിക്കുന്നു. അവൻ പറഞ്ഞേ, ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നേ. ജീവിക്കുന്നു, വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, മരിക്കുന്നു. വേറൊന്നും നടക്കുന്നില്ല. അപ്പൊ ഇവർക്കൊന്നും എന്തില്ല? ഈ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടില്ല. എന്ന് വെച്ചാൽ ആദാം കണ്ട ദൈവത്തെ ആര് കണ്ടിട്ടില്ല? ആബേല് കണ്ടിട്ടില്ല. പക്ഷെ ദൈവം പ്രസാദിച്ചു, തീ കത്തി, പെട്ടെന്ന് മരണം ഉണ്ടായി. ഒരു മിനിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല, ഒരു ശുശ്രൂഷ ചെയ്യാൻ പറ്റിയില്ല, ഒരു നിയോജനത്തിൽ കയറാൻ പറ്റിയില്ല. അതിന് മുമ്പേ പുള്ളിയുടെ കാറ്റ് പോയി. മനസ്സിലായോ? അടുത്ത പിന്നെ ഒരു തലമുറ, ഒരു കാലഘട്ടം തുറന്നപ്പോൾ ഷേത്ത് വന്നപ്പോൾ ഷേത്തിന് വിശ്വാസം ഉണ്ടായി. വിശ്വസിക്കുന്ന തലമുറ അടുത്തൊരു ആരാധിക്കുന്ന ഒരു തലമുറ ഉണ്ടായി. പക്ഷെ ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം ഇതെങ്ങനെ ചില പാരമ്പര്യമായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് ഒരു കുടുംബം എന്നെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി. IPC ആണ്, അവർ IPCക്കാരാണ്. ഇതിനകത്തുണ്ടോന്നും എനിക്ക് അറിയില്ല കേട്ടോ. ആന്റി എന്നെ വിളിച്ചു. ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ സാക്ഷിയായിട്ട് പറയുന്നു. അപ്പം ഇവരെന്നെ വിളിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ജനിച്ചു വളർന്നത് എന്താണ്? IPCയിലാണ് ജനിച്ചു വളർന്നത്. ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ജീവിതം എന്ത് ചെയ്യണം? മൊത്തം തകർന്നിരിക്കുക. രാമൻ പറയാം, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഇവര് പ്രാർത്ഥനയ്ക്കും പോകുന്നുണ്ട്, വിശ്വാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കുടുംബം തകർന്നിരിക്കുക. ഇനി എന്നാ ചെയ്യണമെന്നറിയത്തില്ല. നമ്മൾ നോക്കുമ്പോ എന്നാ അമേരിക്കയിലാണ്, എന്താണ്? നേഴ്സാണ്, ഭർത്താവും ജോലിക്കാരാണ്, മക്കളെല്ലാം പൈസയുണ്ട്, കാറുണ്ട്, വീടുണ്ട്, സമാധാനമില്ല. ഇങ്ങനെ ഒരു ജീവിതമാണോ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തത്? അപസ്വത്വം. ഇങ്ങനെ ഒരു കാര്യമല്ല ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. നമ്മൾ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും കേട്ടോ. ഇന്ന് പലർക്കും പിടുത്തം കിട്ടാത്തൊരു സാധനം ഇതിനകത്ത് കിടപ്പുണ്ട്.
പിടുത്തം കിട്ടാത്ത സംഭവം എന്ന് വെച്ചാൽ പഴയ നിയമ ഭക്തന് ഇത്രയും പ്രൊട്ടക്ഷനും ഇത്രയും ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ദൈവം ചെയ്യുമോ നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെയാണ് നമ്മൾ ആരായിരിക്കണം? ശരിക്കും പറയാം, നമ്മൾ ദൈവത്തോട് ശരിക്കുള്ള നീതി പുലർത്താത്തത് കൊണ്ടാണ്. നമ്മൾ മിക്കവാറും ആളുകൾ ഈ ലോകത്തിലുള്ളതാണ് കൂടുതലും ആഗ്രഹിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ആന്റി വിളിച്ചു, പാസ്റ്ററെ വീടില്ല, പാസ്റ്ററെ വീടില്ല, ഒരു വീടിന് വേണ്ടി വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുക പാസ്റ്ററെ, ഒരു വീടിന് വേണ്ടി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം പാസ്റ്ററെ. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവകൃപയാൽ എന്തായാലും വീട് കിട്ടി. ഇപ്പം വിളിക്കത്തുമില്ല, വീട് കിട്ടിയപ്പോൾ വിളിക്കത്തുമില്ല. അതിനു മുമ്പ് പാസ്റ്ററെ ഉറക്കം വരുന്നില്ല പാസ്റ്ററെ, ഞങ്ങൾ എവിടെ കിടക്കും പാസ്റ്ററെ, പാസ്റ്ററെ ഞങ്ങൾക്ക് ആരുമില്ല പാസ്റ്ററെ, ഒരു മകനുണ്ട്, ആ മകനും ഞങ്ങളുടെ കൂടെ ഇല്ല പാസ്റ്ററെ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകൻ വരും, നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, നിങ്ങൾക്ക് ആ സ്നേഹം കിട്ടും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് പുതിയ വീട് കിട്ടും, എല്ലാം കിട്ടുമോ പാസ്റ്റർ? എനിക്ക് സ്വസ്ഥത തരാതെ വിളിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല. അപ്പം ശരിക്കും പറയാ എന്തിനായിരുന്നു? കുറച്ച് പ്രായം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ആലോചിക്കും, ഒരു 70 കഴിയുമ്പോഴെങ്കിലും കർത്താവോട് നമ്മൾ അടുക്കണ്ടേ? ഏറ്റവും കുറഞ്ഞത് ഒരു 70 കഴിയുമ്പോഴെങ്കിലും ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ കൂട്ടണ്ടേ? അപ്പോഴും ചിലതൊക്കെ എന്ത് ചെയ്യാണ്, ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ദൈവമക്കളെ. നമുക്ക് കിട്ടുന്നതെല്ലാം ലോട്ടറിയാണ്. ഒരു ആമേൻ പറഞ്ഞ് ഇന്ന് ചിലത് തുറക്കാൻ വേണ്ടി ഞാനിത് പറയുന്നത്. ഒന്നും പിടിച്ചു വെച്ചോണ്ടിരിക്കല്ലേ. നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പിടിച്ചു വെച്ചോണ്ടിരിക്കരുത്, നിങ്ങളുടെ സമ്പത്ത് പിടിച്ചു വെച്ചോണ്ടിരിക്കരുത്, നിങ്ങളുടെ ഒന്നും നിങ്ങൾ പിടിച്ചു വെച്ചോണ്ടിരിക്കരുത്. ഇതൊന്നും നമ്മുടെ അല്ല. എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ പണം നീ സമ്പാദിക്കരുത്. ദൈവാസമാർ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്കൊന്നും സമ്പാദിക്കാനുള്ള റൈറ്റ് ഇല്ല, ബാങ്കിലിടാനുള്ള റൈറ്റ് ഇല്ല. പക്ഷേ അതൊന്നും അല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോട്ടെ, രക്തത്തെ ജയം വ്യാപരിക്കട്ടെ. ഞാൻ പറഞ്ഞത്, ചിലർ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ എന്ത് ചെയ്യും, സമീപിക്കും. ദൈവം എന്നിട്ട് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നില്ലേ? ജോലിക്ക് വേണ്ടി, വീടിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ്, ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത് ദൈവത്തോടുള്ള നമ്മുടെ സമീപനം. ആമേൻ. ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത് ദൈവത്തോടുള്ള നമ്മുടെ ആ ബന്ധം. ഇന്ന് രാത്രി അതിനപ്പുറത്തേക്ക് എനിക്ക് ദൈവവുമായിട്ടൊരു ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ദൂത് കേൾക്കുമ്പോൾ ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ. ഞാൻ വിശ്വസിക്കുന്നു, ചിലർക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായിട്ടുള്ള ഡോറുകൾ ഇന്ന് രാത്രി 20ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് തുറക്കാനിടയായി തീരും. ചിലർ ചോദിക്കുന്ന ചോദ്യം, എന്തിനാ പിന്നെ ദൈവം? നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തി തരാൻ വേണ്ടിയല്ലേ? നമ്മുടെ കാര്യം അതിനുവേണ്ടി മാത്രമല്ല കേട്ടോ. നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരിക എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. അപ്പം 5ാം അധ്യായം മരണമണി മുഴങ്ങുന്ന അധ്യായമാണ്. നിങ്ങൾ നോക്കിക്കോ, അവിടെ എല്ലാം ഏനോശ് ജനിച്ചു, അടുത്ത ആള് ജനിച്ചു, മരിച്ചു. ഇവരെല്ലാം ഒത്തിരി വർഷം ജീവിച്ചിരുന്നവരാണ്. പക്ഷെ 5ന്റെ 18 വരുമ്പം ആനോക്ക് ജനിക്കുക. ആനോക്ക് ജനിക്കുക. ആനോക്ക് 300 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രിമാരെ ജനിപ്പിച്ചു, ദൈവത്തോട് കൂടെ നടന്നു. അയ്യോ, ഇന്ന് മിനിസ്ട്രി കാരണം പാസ്റ്റർ വീട് പോലും നോക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മിനിസ്ട്രി കാരണം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഞാൻ കർത്താവിനെ അറിഞ്ഞ കാരണം എൻ്റെ ഭാര്യ പോയി, എന്റെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ പോയി. ഇവിടെ ഒരുത്തൻ 300 വർഷം കർത്താവിന്റെ കൂടെ നടന്നിട്ട് അവന്റെ മക്കളും പോയില്ല, അവന്റെ ഭാര്യയും പോയില്ല. ഓ, ഇതൊന്നും പഠിച്ചേ, അങ്ങോട്ടൊന്ന് നോക്കിക്കേ. 300 സംവത്സരം ദൈവത്തിന്റെ കൂടെ നടന്നു. ഒരു ഞായറാഴ്ച നടന്നെന്നല്ല, ഒരു 20 ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നെന്നല്ല, ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നടന്നെന്നല്ല. നമ്മുടെയൊക്കെ ലൈഫിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നടന്നെന്നുള്ളതല്ല. ഞാൻ ആരെ കുറ്റപ്പെടുത്തുകയല്ല. 300 സംവത്സരം 900-ലധികം വർഷം ജീവിച്ചവന് നടക്കാൻ പറ്റാത്തത് ചുരുങ്ങിയ നിമിഷം കൊണ്ട് ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തെ അവൻ തുറന്നു. ഓ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോൾ ചിലരുടെ അകത്ത് അങ്ങനെ ഒരു ആത്മബന്ധം ഇന്ന് രാത്രി ദൈവാത്മാവ് തുറക്കുകയാണ്. പറഞ്ഞേ,
നീ തരുന്ന ജോലിയെക്കാളും, നീ തരുന്ന വീടിനേക്കാളും, നീ തരുന്ന മക്കളെക്കാളും, നീ തരുന്ന സമ്പത്തിനേക്കാളും എനിക്ക് നീ വലിയതാണ് എന്ന് എന്നാണോ അകത്ത് ആ വെളിപ്പാട് വരുന്നത്, അപ്പോൾ ദൈവം നിന്റെ ചില വാഗ്ദത്തങ്ങൾ തുറക്കും. ആമേൻ, 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 ആമേൻ. ഈ ഹാനോക്കിനുള്ള വാഗ്ദത്തം എന്നാണെന്നറിയാമോ? ചെറിയ വാഗ്ദത്വമൊന്നുമല്ല. എല്ലാവരും മരിക്കുമ്പോൾ മരണം കാണാതെ എടുക്കപ്പെടുക. എല്ലാവരുടെയും വീട്ടിൽ വന്നു, എല്ലാവരുടെ വീട്ടിൽ മരണം വന്നു. നോക്കിക്കേ, എല്ലാവരുടെ വീട്ടിൽ മരണം വന്നു. 5-ാം അധ്യായത്തിന്റെ 1 തൊട്ട് എല്ലാവരുടെ വീട്ടിൽ മരിച്ചു 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 എന്ന് പറയുമ്പോൾ അവിടെ ആരാധനയുണ്ട്, അവിടെ പ്രാർത്ഥനയുണ്ട്, അവിടെ വിശ്വാസമുണ്ട്, അവിടെ ദൈവത്തിന് കൊടുക്കുന്നുണ്ട്, അവിടെ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഹാനോക്കിന്റെ തലമുറയിൽ ഇത് കേറിയപ്പോൾ സംഭവം തിരിഞ്ഞു. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, ചിലത് ഇന്ന് രാത്രി തിരിയാൻ പോകുകയാണ്. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ, അഭിഷേകത്താൽ ജയം വ്യാപരിക്കട്ടെ. ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ചിലരോട് ആത്മാവിൽ ഇടപെടുകയാണ്. ചിലത് ഇന്ന് രാത്രി തിരിയാൻ പോകുകയാണ്. അവരുടെ വീട്ടിൽ നടന്നത്, പിൻതലമുറയിൽ നടന്നത്, സ്വന്തം നിലയിൽ നടന്നത് എന്റെ ജീവിതത്തിൽ, എന്റെ ലൈഫിൽ നടക്കത്തില്ല. കാരണം ഞാൻ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഉറപ്പിക്കാവോ? ഇന്ന് രാത്രി ഒന്ന് ഉറപ്പിക്കാവോ? സ്തോത്രം. ഹാനോക്ക് 300 സംവത്സരേ നടന്നുള്ളൂ, 365 സംവത്സരേ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷെങ്കില് അവന്റെ വീട്ടിൽ മരണം കയറിയില്ല. ഇന്ന് രാത്രി ചില മരണങ്ങൾ പൊട്ടുകയാണ്. ചില രോഗങ്ങൾ നിന്റെ തലമുറ മാറി വന്നു കേട്ടോ. ചില ശാപങ്ങൾ, ആരാധന ഉണ്ടായിട്ടും പ്രാർത്ഥന ഉണ്ടായിട്ടും ചില രോഗങ്ങൾ, ചില ശാപങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില പ്രതികൂലങ്ങൾ നിന്റെ തലമുറ മാറി വന്നു കേട്ടോ. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പ്രവചിച്ചു പറയുന്നു, നിന്റെ തലമുറയ്ക്കകത്തത് കേറാതെ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ ഒരു ഭയങ്കര കവറപ്പ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അയക്കാൻ പോകുകയാണ്. ഇതിനൊക്കെ പറ ദൈവമക്കളെ, അല്ലാതെ ചുമ്മാ വേറെ കാര്യത്തിനൊക്കെ ഓടിക്കാർ കിട്ടുമ്പോൾ പറയേണ്ടത്. ഇന്ന് രാത്രി മരണം നിന്റെ വീട്ടിൽ കടക്കത്തില്ല. പകർച്ചവ്യാധികൾ നിന്റെ വീട്ടിൽ കടക്കത്തില്ല. സ്തോത്രം. നിന്നെ തകർക്കാൻ നോക്കുന്ന പിൻതലമുറയിലെ ഒരു പദ്ധതിയും നടക്കത്തില്ല. ദൈവാത്മാവ് ശക്തമായി പ്രവചിക്കുന്നു. വിശ്വസിക്കുന്ന ആഴമായി വിശ്വസിക്കുന്ന ചിലരുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വലിയ മഹത്വം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. നിന്റെ അപ്പനെ ബാധിച്ച രോഗം, നിന്റെ ചിറ്റപ്പനെ ബാധിച്ച രോഗം, നിന്റെ കുടുംബത്തിലുണ്ടായ പ്രശ്നം നിന്റെ കുടുംബത്തിലും വരുമെന്ന് പറഞ്ഞ് ശത്രു പതിയിരിക്കുമ്പോൾ, ശത്രു നോക്കിയിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നടക്കത്തില്ല, അത് നടക്കത്തില്ല. അവൾ എന്നോടുകൂടെ നടക്കുന്നവളാണ്, അവൻ എന്നോടുകൂടെ നടക്കുന്നവനാണ്. ഇതെന്റെ മകനാണ്, മകളാണെന്ന് ഐഡന്റിറ്റി ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തി. സൗദിയിൽ നിന്ന് എന്നെ കേൾക്കുന്ന സേവയോട് ദൈവാത്മാവിനോട് ഇടപെടുന്നു. സ്തോത്രം. ചിലതൊക്കെ വരുമെന്ന് പറഞ്ഞ്, ചിലതൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് പതിയിരുന്ന് നോക്കുന്ന ചില മേഖലക്കകത്ത് ദൈവാത്മാവ് പ്രവചിക്കുന്നു, നിന്റെ ലൈഫിനകത്ത് നീ ദൈവത്തിന്റെ കൂടെ നടക്കുന്നെങ്കിൽ ആർക്കും പ്രതീക്ഷിക്കാൻ, ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ അസാധാരണ വഴികൾ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി തുറക്കും. ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി പ്രവചിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. അഭിഷേകത്താൽ ഇന്ന് രാത്രി ജയം വ്യാപരിക്കട്ടെ. ആ സഹോദരന്മേൽ ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ 20ാമത്തെ ദിവസം ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ചിലത് തുറന്നു വരട്ടെ, ചില വാഗ്ദത്തങ്ങൾ തുറക്കട്ടെ, ചില വാഗ്ദത്തങ്ങൾ തുറക്കട്ടെ. വാഗ്ദത്ത കാലഘട്ടത്തിനകത്ത് കയറിയിട്ടും തുറന്നു വരാതെ കിടക്കുന്ന ചിലത് യേശുവിൻ നാമത്തിൽ ഈ 2025 സ്തോത്രം 20ാമത്തെ ദിവസം ദൈവാത്മാവ് തുറക്കുകയാണ്.
യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്താ ജയം വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും കേട്ടോ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇന്ന് രാത്രി ദൈവം പറയുന്നു, ചില വഴികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ചില വാതിലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ അടഞ്ഞ ചില വാതിലുകൾ ദൈവം ഈ ദിവസങ്ങളിൽ തുറക്കുമെന്ന് ശക്തമായിട്ട് ദൈവം ഇടപെടുകയാണ്. അപ്പൊ കണ്ടോ, ഹാനോക്കിൽ ഉണ്ടായത് ഒരു ചെറിയ വിശ്വാസമല്ലായിരുന്നു, വലിയ വിശ്വാസമാണ് ഉണ്ടായത്. ബാക്കി എല്ലാ വീടുകളിലും പ്രാർത്ഥന ഉണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഹാനോക്കിൽ ഉണ്ടായിരുന്നത് ഒരു വലിയ വിശ്വാസമായിരുന്നു. ഒരിക്കൽ യേശുവിന്റെ അടുക്കിലേക്ക് ഒരു സ്ത്രീ ഓടി വരുന്നത് നമുക്ക് കാണാം. ശിഷ്യന്മാരിങ്ങനെയാ പറഞ്ഞത്, ഈ യേശുവിനോട് പറഞ്ഞു, അവളെ റെക്കമെൻഡ് ചെയ്യുക, ഒന്ന് സഹായിക്കുക, ഇവള് കുറെ നേരമായിട്ട് ഇങ്ങനെ യേശുവിന്റെ അടുക്കിലേക്ക് വരിക, ഒന്ന് സഹായിക്കുക. ഉടനെ യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന പതിവ് അത് ഇസ്രായേലിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറയാണ്, മേശയുടെ നുറുക്കിൽ നിന്ന് താഴേക്ക് വീഴുന്ന ആ നുറുക്ക് കഷ്ണം മതി എനിക്ക്, എന്റെ വിശപ്പടക്കാൻ ഒരു ചെറിയൊരു ദൂത് കിട്ടിയാൽ മതി. ഇന്ന് രാത്രി എനിക്കൊരു ചെറിയ ദൈവശബ്ദം മതി. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്ന ഒരു വലിയ വിടുതല് യേശുവിന്റെ നാമത്തിൽ വലിയ ദൈവ പ്രവൃത്തി നടക്കാൻ പോകുകയാണ്. 20ാമത്തെ രാത്രിയിൽ ദൈവാത്മാവ് പ്രവചിക്കുന്നു, ചില കുടുംബങ്ങളോട് പ്രവചിക്കുന്നു, ചില വ്യക്തികളോട് പ്രവചിക്കുന്നു, വലിയ ദൈവ പ്രവൃത്തി നടക്കാൻ പോകുന്നു. യേശു അവളെ നോക്കിയിട്ട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ആമേൻ ആമേൻ. നിന്റെ മകൾക്ക് സൗഖ്യം വന്നിരിക്കും. ഞാനൊരു ദൂത് പറയാൻ പോവുകയാണ്. മകൾ ഈ തലമുറയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മക്കളുടെ പെൺമക്കളുടെ വിഷയത്തിനകത്ത് ദൈവാത്മാവിനോട് പറയുന്നു, ഒരു വലിയ ദൈവത്തിന്റെ വിടുതൽ. ഇത് കേട്ടോണ്ടിരിക്കുന്നത്, നിങ്ങൾ പ്രത്യേകിച്ച് എല്ലാവരുടെ തലയൊക്കെ വെച്ച് പറയാനുള്ള സമയമൊന്നുമില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവ് പറയുന്നു, പെൺമക്കളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് എന്നെ കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഇന്നത്തെ മന്ന ഏത് ദൂരത്താണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആ രാജ്യത്ത് അതിന്റെ മഹത്വം ഇറങ്ങുമെന്ന് ദൈവാത്മാവ് പ്രവചിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ ചില പെൺമക്കളുടെ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ. അവരുടെ കുടുംബപരമായി, അവരുടെ ജോലിപരമായി, സ്തോത്രം, അവരുടെ യാത്രാപരമായി, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പരിവർത്തിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില പ്രമോഷനുകൾ നടക്കട്ടെ. ഇന്ന് രാത്രി ചില പ്രമോഷനുകൾ നടക്കട്ടെ. യേശുവിന്റെ അടുക്കെ വന്ന വിഷയങ്ങളൊക്കെ ചെറിയ വിഷയങ്ങളല്ല കേട്ടോ. ഞാൻ അതിന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള വിഷയങ്ങളാണ്. നമ്മൾ വായിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നുന്നുള്ളൂ. ഗുരുതരമായ പ്രശ്നം യേശുവിന്റെ അടുക്കെ വന്നതെല്ലാം. 12 വർഷമായിട്ട് രക്തസ്രാവം വന്ന സ്ത്രീ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ, ആരും നോക്കിയിട്ട് സൗഖ്യമാകുന്നില്ല. ഗുരുതരമായ വിഷയം. അതിനെ യേശുവിന് സൗഖ്യമാക്കാൻ പറ്റുമെങ്കിൽ, അതാ വിശ്വസിക്കേണ്ടത്. ഗുരുതരമായ വിഷയത്തിന് യേശുവിന് സൗഖ്യമാക്കാൻ പറ്റുമെങ്കിൽ എന്റെ വിഷയം അത്ര ഗുരുതരമൊന്നുമല്ല എന്ന് പറഞ്ഞേ. എന്റെ വിഷയം ഗുരുതരമൊന്നുമല്ല. അത്രയും വലിയ ഗുരുതരമായ വിഷയം യേശുവിന് സൗഖ്യമാക്കാൻ പറ്റുമെങ്കിൽ എന്റെ വിഷയം 12 വർഷമായിട്ട് മരണത്തോട് മല്ലടിക്കുന്ന ഗുരുതരമായിട്ടുള്ള വിഷയമൊന്നുമല്ല. യായിറോസിന്റെ മകൾ മരിച്ചുപോയി, ഗുരുതര വിഷയമാ. ഒരു വീട്ടിൽ മരണം നടന്നിരിക്കുക, ഗുരുതര വിഷയമാ. നമ്മള് അത്രയും വലിയ ഗുരുതരമായ വിഷയത്തിനകത്തല്ല. നമ്മുടെ വിഷയം കൊച്ചിന് ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ്. അല്ലെ നമ്മുടെ വിഷയം ഒരു വീട് കിട്ടിയില്ലെന്നുള്ളതാണ്. അല്ലെ നമ്മുടെ വിഷയം കുടുംബത്തിനകത്ത് ഏതെങ്കിലും ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഗുരുതരമായ ആ വിഷയത്തിനകത്ത് യേശു പരിഹാരം ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് രാത്രി പറ, ഗുരുതരമല്ലാത്ത എന്റെ വിഷയം ഈ യേശുവിന് ഒരു വിഷയമല്ല.
അത് വിശ്വസിക്കുക. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ആമേ സ്തോത്രം, ആമേ ഇവിടെ ഇരിക്കുന്ന ആരുടെ വിഷയമൊന്നും ഗുരുതരമല്ല. യേശു കൈകാര്യം ചെയ്ത വിഷയങ്ങളെല്ലാം ഗുരുതരമായ വിഷയങ്ങളായിരുന്നു. അവയെല്ലാം വലിയ പ്രതിസന്ധിയുള്ള വിഷയങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോട് ഇടപെടുകയാണ്. ഒരു വലിയ വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ തലമുറയുടെ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ദൈവം അയക്കുകയാണ്. എന്നോട് കർത്താവിന് പെൺമക്കളുടെ മേൽ ഒരു ഭയങ്കര ഫേവർ വരുന്നു കേട്ടോ. വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ചില പെൺമക്കളുടെ മേൽ ഭയങ്കര ഫേവർ അടിക്കുകയാണ്. ഈ 20-ാമത്തെ ദിവസം ചില തീരുമാനങ്ങളെ വെളിപ്പെടുത്തുന്ന ദിവസമായിരിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട്, ഭാവിയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന സ്തോത്രം ചില വിഷയങ്ങൾ ദൂരദേശത്ത്, വിദേശത്ത്, സ്വദേശത്ത് ഒക്കെ ആയിരിക്കുന്നവരുടെ മേൽ ഭയങ്കര ഒരു ഫേവർ 2025 വാഗ്ദത്തം തുറക്കുകയാണ്. എന്താണെന്നറിയാമോ? ഒരു വലിയ വിശ്വാസത്തോടു കൂടെ ഞാൻ ഇരിക്കുകയാണ്. ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യും. കണ്ടോ, ഹാനോക്കിന്റെ വിശ്വാസം ഒരു വലിയ വിശ്വാസമായിരുന്നു. ആ തലമുറയിൽ, പിൻതലമുറയിൽ ആർക്കുമില്ലാത്ത വിശ്വാസം ഹാനോക്കിനുണ്ടായി. ചില ചോദിക്കത്തില്ല, എന്നെ ഇത്ര പ്രാർത്ഥിക്കുന്നത് എന്തിനാ, ഇത്രയും വലിയ ആരാധിക്കുന്നത് എന്തിനാ, ഇത്രയും വലിയ പ്രാർത്ഥന എന്തിനാ, ഇത്ര വലിയ ആരാധന എന്തിനാ, ഇത്ര അന്യഭാഷയുടെ കാര്യം എന്താ? ഇത്രയും വലിയ അന്യഭാഷ പറയേണ്ട കാര്യമുണ്ടോ? മനുഷ്യന് സ്വസ്ഥത തരത്തില്ല, സമാധാനം തരത്തില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കും. വിശ്വാസം ഉണ്ടെങ്കിൽ. എനിക്കൊന്ന് ബീന സിസ്റ്റർ ഇവിടെ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അവിടെ വീട്ടിൽ മീറ്റിങ്ങിന് കടന്നുപോയി. കടന്നു അന്ന് ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഒരു കല്ലെടുത്ത് പ്രാർത്ഥിച്ച് സഭയ്ക്ക് ഒരു അടിസ്ഥാനം ഇടണമെന്ന് പറഞ്ഞു. കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, ഒരു കല്ലെടുപ്പിച്ചു. അന്ന് ഹസ്ബൻഡ് പോയി കല്ലെടുത്തോണ്ട് വന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഈ കല്ല് ഇവിടെ മാറ്റി വെച്ചേക്കണം എന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു പോയി. ഇന്ന് തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. സുന്ദരം ഇന്ന് എന്നെ വിളിച്ചപ്പം എന്നെ മെസ്സേജിലൂടെ എന്നെ അറിയിക്കാൻ ഇടയായി തീർന്നു. പാസ്റ്ററെ, ഒരു ചർച്ച ആരംഭിച്ചു. രക്തം ജയം വ്യാപരിക്കട്ടെ. അന്ന് അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മ പറഞ്ഞു, ഞാൻ ആലയത്തിന് അടിസ്ഥാനം ഇടാൻ പോവുകയാണ്. നിനക്ക് ചിലത് ദൈവം തരാൻ പോവുകയാണ്. സ്വന്തം അന്ന് പറഞ്ഞു. ഞാൻ വീനസിനോട് ആത്മാവിലൊരു ദൂത് പറയുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവിനോട് ഇത് പറയാൻ പറഞ്ഞു. ന്യായാധിപന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ, ഇതിനകത്തുണ്ടോ? 4-ാം അധ്യായത്തിൽ ഒരു ദെബോറയുണ്ട്. ഒരു ദെബോറ കേട്ടോ. ന്യായാധിപന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു ദെബോറയുണ്ട്. ദെബോറ സ്തോത്രം ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു പ്രവാചകിയായി എഴുന്നേൽപ്പിച്ചു. ദെബോറയെ ഒരു പ്രവാചകിയായി എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, 900 ഇരുമ്പ് രഥങ്ങളുള്ള സീസറ് 20 വർഷമായി ഇസ്രായേൽ ജനത്തെ അവരുടെ വാഗ്ദത്തത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാത്ത ഈ സീസറെ അവനെതിരായി നീ പ്രവചിക്കണം. പ്രവചിച്ചാൽ മതി. യുദ്ധം ചെയ്യാനൊക്കെ ആളുണ്ട്, പ്രവചിച്ചാൽ മതി. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നത്, നീ പ്രവചിച്ചാൽ മതി. ദേശത്തെ നോക്കി പ്രവചിച്ചാൽ മതി, പട്ടണത്തെ നോക്കി പ്രവചിച്ചാൽ മതി. ദൈവം ഒരു വലിയ കൂട്ടത്തെ ദൈവദാസി നിങ്ങളുടെ മേലേക്ക് തരാൻ പോകുകയാണ്. അപ്പോസ്തലപ്രവർത്തന പുസ്തകം 16-ാം അധ്യായം കഴിഞ്ഞപ്പോൾ സഹോദരിമാരുടെ ശുശ്രൂഷ ആരംഭിച്ചു. ഇന്നും ചിലർക്ക് മനസ്സിലായിട്ടില്ല. ഇന്നും ചില പാസ്റ്റർമാർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോസ്തലപ്രവർത്തന പുസ്തകം 16-ാം അധ്യായം കഴിഞ്ഞപ്പോൾ സഹോദരിമാർ എഴുന്നേൽക്കാൻ തുടങ്ങി. ശുശ്രൂഷയ്ക്കായിട്ട് സഹോദരിമാരെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. ദൈവാത്മാ പറയുന്ന ഒരു ദെബോറയെ പോലെ ചില ബാരാക്കുമാരെ പ്രവചിച്ചു വരുത്തി. സ്തോത്രം. ചിലതിന്റെ തല തകർക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഒറ്റ പ്രവചനം യായേൽ വരെ എഴുന്നേറ്റു. രക്തം ജയം വ്യാപരിക്കട്ടെ. ഒറ്റ പ്രവചനത്തിനകത്ത് യായേലിന്റെ കൂടാരം വരെ കാറ്റടിച്ചു. ഈ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ചില കൂടാരങ്ങൾക്കകത്ത് കേറിയ ചില സീസറുമാർ ദൈവാത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുന്നത് കേട്ടോ. പിടിച്ചോണം കേട്ടോ. ചില കൂടാരങ്ങൾക്കകത്ത് കയറിയ ചില സീസറുമാർ
അതിന്റെ ചെന്നി അടിച്ച് തകർക്കുന്ന ഒരു അനോയിന്റിങ് ഇന്ന് രാത്രി ചിലരുടെ മേൽ ദൈവാത്മാവ് പതിയുക. ഓ, എന്താ 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 ഈ ബീന സിസ്റ്റർ പ്രവചിച്ച എന്താ? 20 ദിവസം ഉപവാസം പ്രവചിക്കുക. ഒറ്റ പ്രവചനം വിശ്വസിച്ച് ഏറ്റെടുത്തവർക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില യായാലിമാർ ഇതിനകത്ത് എഴുന്നേൽക്കുക കേട്ടോ. ചില യായാലിമാർ എഴുന്നേൽക്കുക. ഓ റാബ ഷാക്ക ലാനാമ സേക്കേറിയ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. ഒരു വലിയ കൂട്ടത്തെ ദൈവം തരാൻ പോവുകയാണ്. ഒരു വലിയ കൂട്ടത്തെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. നോക്കിക്കേ, കീശോൻ തോട്ടിലേക്ക് ഈ സീസർ തന്റെ രഥങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ഉണങ്ങിയ നിലത്തെ ദൈവം മഴ പെയ്യിച്ചു. കുതിരയുടെ ഓട്ടത്തെ ദൈവം എന്ത് ചെയ്തു? സ്പീഡ് കുറച്ചു. എന്നിട്ട് ബറാക്കിനെ കൊണ്ട് മിന്നൽ പോലെ ഒരു ആക്രമണം നടത്തി അവനെ ഓടിച്ചു കളഞ്ഞു. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പ്രവചിച്ചു പറയുന്നു, വാഗ്ദത്തത്തിന്റെ സമയമാകുമ്പോൾ നിന്റെ കൂടാരത്തിനകത്ത് കയറിയ നീ തന്നെ ഓടിച്ചു കളയുവാൻ വേണ്ടി ഒരു അനോയിന്റിങ് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഈ 2025 12-ാം മാസം 20-ാമത്തെ ദിവസത്തിലെ കൂടാരത്തിന് മേൽ പതിപ്പിക്കുക. ശാലബന്ധര വൈഡപ്രമന ഘടക ജാലബന്ധരതിയാലവ. യേശുവിന്റെ നാമത്തിൽ മിനിമിൽസന്റെ ദൈവാത്മാവ് ഇടപെടുന്നു കേട്ടോ. ചില ദെബോറയെ പോലെ എഴുന്നേൽക്ക. ചില യായേലിനെ പോലെ നീ ചിലതിനെ അടിച്ച് തകർക്കുമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുക കേട്ടോ. ചില കൂടാരത്തിനകത്ത് കയറിയ ചില സീസർമാരെ സ്തോത്രം പരവതാനി വിരിച്ചപ്പോൾ അവൻ ഓർത്തു, പാല് കൊടുത്തപ്പോൾ അവൻ വിചാരിച്ചു എനിക്ക് സുരക്ഷിതമാണെന്ന്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ നെറ്റി അടിച്ചു തകർത്ത ശത്രുവിന്റെ തലയെ തകർത്തതുപോലെ 20 വർഷമായി ഇസ്രായേൽ ജനത്തെ വാഗ്ദത്തത്തിലേക്ക് വിടാതെ ബ്ലോക്ക് ചെയ്ത ചില സീസർമാർ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളെ മുന്നോട്ട് വിടാത്ത, ചില കുടുംബങ്ങളെ മൂവിയിപ്പിക്കാത്ത, ചില കുടുംബങ്ങളെ ദൈവാത്മാവ് ചില കുടുംബങ്ങളെ മുന്നോട്ട് വിടാത്ത ചില സീസറിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തകരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തകരട്ടെ. അഭിഷേകത്താൽ ഇന്ന് രാത്രി ജയം വ്യാപരിക്കട്ടെ. അഭിഷേകത്താൽ ജയം. നിന്റെ വീടിനകത്തെ പ്രശ്നങ്ങൾ ഇന്ന് രാത്രി പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. ചില കുടുംബങ്ങൾക്കകത്തെ അസമാധാനത്തെ ദൈവം ഇന്ന് രാത്രി പുറത്തു കളയുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് പോരാടുന്ന ചില വ്യാപാര മണ്ഡലങ്ങൾ, ചില പാരമ്പര്യ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ പോറ്റി മാറട്ടെ. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചാണ്, ദൈവത്തെ സൂചിച്ചാണ്. ഒരു ഭയങ്കര അഭിഷേകത്തിന്റെ പകർച്ച നിങ്ങളുടെ റൂമിനകത്തേക്ക് ദൈവം ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ റൂമിനകത്ത്, നിങ്ങളുടെ തലമുറയ്ക്കകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന സീസറുമാർ, വെളിപ്പെട്ടു നിൽക്കുന്ന പാരമ്പര്യ പോരാട്ടങ്ങൾ കഴിഞ്ഞ നാളുകളിലായി പിന്തുടർന്നു വരുന്നത് ഇന്ന് രാത്രി വിശ്വാസത്താൽ അതിനെ അടിച്ചു തകർക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരുടെ മേൽ പതിയുന്നു. ശീല യേശുവിന്റെ നാമത്തിൽ പതിയുന്നു. ഷൈന പതിയുന്നു യേശുവിൻ നാമത്തിൽ. ഷേർലി പീറ്റർ പതിയുന്നു. നിന്റെ കൂടാരത്തിന്റെ കാവൽക്കാരി നീയാണ്. നിന്റെ കൂടാരത്തിന്റെ കാവൽക്കാരി നീയാണ്. യായൽ പറഞ്ഞു, ഇങ്ങോട്ട് വന്നാട്ടെ. എന്റെ കൂടാരം കാക്കേണ്ട എന്റെ ഉത്തരവാദിത്വമാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായ ചില കൂടാരത്തിനകത്ത് ഭയങ്കര വിടുതലാക്കുക കേട്ടോ. ഭയങ്കരമായ ദൈവിക വിടുതലാക്കുക. പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രി ശക്തമായ ചില കുടുംബങ്ങളിലേക്ക് ചില വാഗ്ദത്തങ്ങൾ തുറക്കാൻ തടസ്സമായി നിൽക്കുന്ന ചില മേഖലകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിമൂവ് ചെയ്ത് കളയുന്നു. അഭിഷേകത്താൽ ജയം വ്യാപരിക്കട്ടെ. രക്തം ചെയ്യും. ഹല്ലേലൂയ. കണ്ടോ? അപ്പൊ ഹാനോക്കിന്റെ വിശ്വാസം
300 സംവത്സരമാണ് ദൈവത്തിന്റെ കൂടെ നടന്നത്. ചില്ലറ ഇതൊന്നുമല്ല, 100 വർഷമൊന്നുമല്ല, 300 സംവത്സരം. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ദൈവത്തിന്റെ കൂടെ നടക്കുകയും ചെയ്തു, പുത്രന്മാരെയും ജനിപ്പിച്ചു. ആമേൻ. കണ്ടോ? ഞാൻ ആലോചിക്കുകയാണ്, പുള്ളി അമേരിക്കയിൽ പോയില്ല, പുള്ളി UK പോയില്ല, പുള്ളി എങ്ങും പോയില്ല. പുള്ളി അവിടെ തന്നെ ഉണ്ട്. 300 വർഷമായിട്ട് ഇവിടെ ഉണ്ട്, സംവത്സരമായിട്ട് അവിടെ തന്നെ ഉണ്ട്. പുത്രന്മാരെ ജനിപ്പിച്ചു, എങ്ങും പോയില്ല. കുടുംബം നല്ല ഭംഗിയായിട്ട് നോക്കി. അമ്മാമ്മയ്ക്ക് സന്തോഷമാണ്, പിള്ളേർക്ക് സന്തോഷമാണ്, കൂടാരത്തിൽ സന്തോഷമാണ്, ഒരു പ്രശ്നവും ഇല്ല. ഇവിടെയാണെങ്കിൽ നേരെ തിരിഞ്ഞു. നമ്മുടെ കാലഘട്ടം തിരിഞ്ഞു. കണ്ടോ? എൻ്റെ പാസ്റ്ററെ അകപ്പാട് വിഷയ പാസ്റ്ററെ വീട്ടിൽ എനിക്കാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആ പുള്ളിക്കാരൻ കാരണം കൊണ്ട് ഒന്നും നടക്കത്തില്ല. ഏത് ആത്മാവാന്ന് എനിക്കറിയത്തില്ല. ആ പുള്ളിക്കാരി കാരണം എനിക്ക് പറ്റുന്നില്ല. രണ്ടുപേരും 2 സ്ഥലത്ത്. ഞാനിത് പറയുമ്പം നമ്മൾ എവിടെയെങ്കിലും ക്രമപ്പെടാനുണ്ടെങ്കിൽ, ഇന്ന് ആത്മാവ് പറയുന്നു, അമ്മ സ്തോത്രം, മത്സരം ആഭിചാര ദോഷം പോലെ, ശാഠ്യം നിത്യപൂജ്യം പോലെയാകും. വീട്ടിൽ ഇരുന്നുകൊണ്ട് മന്ത്രവാദം ചെയ്യാന്ന് പറയുന്നത്. വീട്ടിൽ ഇരുന്നുകൊണ്ട് മന്ത്രവാദം ചെയ്യുക. ശൗലിനെ കണ്ടപ്പം രണ്ടുപേരും ഒരുമിച്ച് കണ്ടപ്പം പുള്ളി അങ്ങോട്ട് പറയാ, ഞാൻ ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് നേരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ, അല്ലെ നമുക്ക്, ഞാൻ ഉൾപ്പെടെ പറ്റത്തില്ലെങ്കിൽ അത് ചെയ്യരുത്. ചിലര് ചുമ്മാ അങ്ങ് പറയും, പാസ്റ്ററെ ഞാൻ അങ്ങനെ ചെയ്യാവേ, ഞാൻ ഇങ്ങനെ ചെയ്യാവേ, എന്നിട്ട് ഇവര് തന്നെ പ്രശ്നത്തിലാവുക. എന്നിട്ട് ആ പാസ്റ്റർ മൊത്തം കുറ്റവും പറയും എന്തെങ്കിലും വന്നു കഴിയും. ഞാൻ പറഞ്ഞു തരാം. ഇഫ്താഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, വേശ്യാപുത്രന്. അവനെ ഇവന്മാർ ഓടിച്ചു വിട്ടു. ലാസ്റ്റ് പിന്നെ പോയി പിടിച്ചോണ്ട് വന്നു, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇഫ്താഹിന് അറിയത്തില്ല, ദൈവം ഒരു കാര്യം യുദ്ധം ചെയ്യാൻ വേണ്ടി വിളിച്ചാൽ ദൈവം ആ യുദ്ധം ചെയ്യും. സാധാരണഗതി യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും? ജയഘോഷമൊക്കെ അർപ്പിക്കും, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? അവരെ എന്ത് ചെയ്യും? ആലിംഗനം ചെയ്യും, ഇല്ലെങ്കിൽ അവരെ പൊക്കിക്കൊണ്ട് നടക്കും. ഇതൊക്കെ ചെയ്യും. നമ്മൾ കണ്ടാലേ, ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പം ജയിച്ചവരൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുക നമ്മൾ കണ്ട. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ പുള്ളി കയറി എന്ത് ചെയ്യുന്നറിയാമോ? ഒരു നേർച്ചെങ്ങ് നേർന്നു, ചുമ്മാ ഒരു നേർച്ചെങ്ങ് നേർന്നു. എന്താ പറയാ, ഞാൻ യുദ്ധം ജയിച്ചു വരുമ്പോൾ ആദ്യം എന്താണോ എന്നെ എതിരേറ്റ് വരുന്നത് അതിന് ഞാൻ നിനക്ക് യാഗം. സ്വന്തം മകളാ വന്നത്. അയച്ചിട്ടുണ്ടോ? ആയതൊരു പുസ്തകം വായിച്ചാൽ മതി. അവൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഏകജാതയായ തന്റെ മകൾ നേർച്ച നേർന്ന, ആവശ്യമില്ലാത്ത നേർച്ചകളൊന്നും എന്ത് ചെയ്യരുത്, ദൈവത്തെ ഓർത്ത് നേരരുത്. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ ഇരുന്നുകൊണ്ട് ഭയങ്കര ഉപവാസം, പിന്നെ പ്രാർത്ഥന, പിന്നെ അങ്ങനെയാണ്. ഇനി ആ പാസ്റ്റർ വല്ലതും വിചാരിക്കും, ഇനി ആ പാസ്റ്റർ കാരണം ഇവരത് എതിർ പ്രാർത്ഥന നടത്തും. ഒരു പാസ്റ്റർമാർ എതിർ പ്രാർത്ഥന നടത്തത്തൊന്നുമില്ല. അപ്പൊ എതിർ പ്രാർത്ഥന മന്ത്രവാദമാണ്, ആവിചാരമാണ്. ഇപ്പൊ ഒന്നും നിങ്ങൾ ഒന്നും ചെയ്തില്ലേലും കൊടുത്തില്ലേലും ഒന്നും അവരാരും ഒന്നും പറയാൻ, എന്റെ അഭിഷേകം കൊണ്ട് ഞാൻ എനിക്ക് വന്ന അവരാരും ഒന്നും പറയാൻ പോകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വെറുതെ എന്ത് ചെയ്യരുത്, ആവശ്യമില്ലാതെ എന്ത് ചെയ്യരുത്, ഒന്നും പറയരുത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങൾ യുദ്ധം ചെയ്യിക്കും. ദൈവം നിങ്ങളുടെ കൂടെ കൊണ്ട് ദൈവം നിങ്ങൾ യുദ്ധം ചെയ്യിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ദൈവം അത്ഭുതം ചെയ്യും. ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ആ വിഷയത്തിന് വേണ്ടി ഇടപെടും. കാരണം ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ആമേശം. കണ്ടോ, ഇവിടെ 300 സംവത്സരം ജീവിച്ചു, ഒരു കുഴപ്പവും ഇല്ല. പക്ഷെങ്കില് ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര കുഴപ്പമാണ്. മേളിൽ തൊട്ട് പ്രശ്നമാണ്. ഞാൻ നോക്കുക, ഞാനും എൻ്റെ കുടുംബം, ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു എന്നൊക്കെ പറയുന്ന കുടുംബങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. പിടക്കമില്ലാതെ പ്രാർത്ഥിക്കുന്നവർക്കായിട്ട്, പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകുന്നവർക്കായിട്ട്. ആരുടെയെങ്കിലും ലൈഫിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയണം, കർത്താവേ, ഈ പോക്ക് ശരിയായ പോക്കല്ല, ഇത് മത്സരമാണ്, ഇത് ആഭിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർ പറയും അദ്ദേഹം പ്രാർത്ഥിക്കുന്നില്ല, പോട്ടെന്നല്ല. അമസ്തരം ഇന്ന് രാത്രി പറയണം, ഇങ്ങനെയല്ല. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം നിത്യ പൂജ്യം പോലെയാണ്. ദൈവം ഒരു സ്ഥാനത്താക്കി, രക്ഷിക്കപ്പെടുത്തി, സ്നാനപ്പെടുത്തി, ദൈവം യുദ്ധം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ആക്കി വെച്ചു. അമാലേക്കൻ ആരാന്ന് വെച്ചോണ്ട്, ആരാ അമാലേക്കൻ? സ്വന്തം സഹോദരനാ.
ആരാ അമാലേക്കർ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഏശാവിന്റെ മകന്റെ വെപ്പാട്ടിയിൽ ഉണ്ടായ പുത്രനാ അമാലേക്കർ. ഇവരുടെ സഹോദരന്മാരാ. സ്വന്തം സഹോദരനാ വാളും എടുത്തുകൊണ്ട് നിൽക്കുന്നത്. എന്താ അവർ ചെയ്തത്? ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അവർ ക്ഷീണിച്ച് ബലഹീനമായിരിക്കുമ്പോൾ പുറകെ വന്നവരെ വെട്ടിക്കൊന്നു. ദൈവം പറഞ്ഞു, നിന്നെ വിടത്തില്ല, നീ വിട്ടാലും ദൈവം വിടത്തില്ല. ഇന്ന് രാത്രി ദൈവമ്മ പറയുന്നു, നീ വിട്ടാലും ദൈവം വിടത്തില്ല. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ആയുധം, നിനക്കെതിരെ ശത്രു ഉണ്ടാക്കിയ പദ്ധതികൾ, ഒരുപക്ഷെ നീ അറിഞ്ഞു പോലും കാണത്തില്ല. പുറകെ വന്ന് നിന്നെ ആക്രമിച്ചത് ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അമാലേക്കർ ചെയ്തത് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. ചിലത് ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ചിലത് ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. ദൈവം അത് കാലങ്ങൾ സഹിതം ദൈവം അത് നിനക്ക് നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ആമേൻ പറഞ്ഞ് ഇന്ന് രാത്രി നീ തലകുനിക്കേണ്ട വന്നിട്ടുണ്ടോ? നീ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ എവിടെയൊക്കെയോ നീ പരാജയപ്പെട്ടിട്ടുണ്ടോ? ഈ വിശ്വാസ നിമിത്തം, ഈ ദൈവത്തോടുള്ള ബന്ധ നിമിത്തം എവിടെയൊക്കെ എനിക്ക് പരാജയം വന്നിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ദൈവം വിട്ടില്ല കേട്ടോ, ദൈവം വിട്ടില്ല. ദൈവം പറഞ്ഞു, അമാലേക്കരോട് തലമുറ യുദ്ധമുണ്ട്. തലമുറ ആരാ ഇത്? സ്വന്തം സഹോദരൻ. സ്വന്തം സഹോദരങ്ങളാണ്. സ്തോത്രം. ബൈബിള് പഠിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം രക്തബന്ധങ്ങൾ. ഇനി ഒരാളെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ന്യായാധിപത്യത്തിൽ മിദ്യാൻ 7 വർഷം ഇസ്രായേൽ ജനത്തെ കഷ്ടത്തിലാക്കി. വാഗ്ദത്തമുള്ള, വിശ്വാസമുള്ള, ദൈവത്തിന്റെ വിളിയുള്ളവരെ കഷ്ടത്തിലാക്കി. ആരാ മിദ്യാൻ? അബ്രഹാമിന്റെ വെപ്പാട്ടി കെതൂറയിലുണ്ടായ മകനാ മിദ്യാൻ. മനസ്സിലായോ? വല്ലതും പിടുത്തം കിട്ടുന്നുണ്ടോ? സ്വന്തം സഹോദരൻ 7 വർഷമായിട്ട് ചവിട്ടി പിടിച്ചേക്കുവാ. എനിക്ക് ഇച്ചിരി സ്ഥലമുണ്ട് ട്രിവാൻഡ്രത്ത്, കുറച്ച് സ്ഥലമുണ്ട്. ഞാനതൊന്ന് വിൽക്കാൻ വേണ്ടി അവിടെ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനോർത്ത് അതൊന്ന് വിൽക്കാം എന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ അളിയ സ്ഥലം മേടിച്ചപ്പം തൊട്ടടുത്താ ഞാനും മേടിച്ച്. അപ്പൊ ഞാനോർത്ത് നോക്കുകയാണ്, ഇവര് നോക്കിക്കോളും, പിന്നെ എപ്പോഴേലും, എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്, അപ്പൊ എപ്പോഴേലും പിന്നെ വിൽക്കാം എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ മേടിച്ച്. അപ്പൊ എനിക്ക് കൊച്ചി പൈസയുടെ ആവശ്യം വന്ന് കടമായി. ഇപ്പൊ സ്ഥലം വിൽക്കാന്ന് വെച്ചു. ഞാൻ നോക്കട്ടെ, ഈ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അവിടെ കഴിഞ്ഞ ദിവസം ഒരു മാസം പോയപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചു. ആ സ്ഥലത്തിൻ്റെ അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഭാര്യയോട് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഏതായാലും നോക്കട്ടെ. ആള് വരുന്നുണ്ട്, പക്ഷെ സ്ഥലം എന്ത് ചെയ്യുന്നില്ല, വിൽക്കുന്നില്ല. അപ്പം ഇവരെന്നാ പറയണ്ടേ നമ്മളോട്? അത് പറയത്തുമില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അളിയൻ എൻ്റെ സ്ഥലത്തിന്റെ അതിരെ കിടക്കുക. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് വെട്ടാൻ പറ്റൂ? പറ. എൻ്റെ അമ്മായിപ്പൻ തൊട്ടടുത്ത് നിൽക്കുക, എൻ്റെ അളിയൻ എവിടെ കിടക്കുക? ഞാൻ എൻ്റെ അനുഭവം പറയാം. അതിരെ കിടക്കുക. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ അച്ഛനും നിന്റെ ആങ്ങളെയും എൻ്റെ സ്ഥലത്തിന്റെ അതിരെ കിടക്കുക, ഞാൻ എന്നാ ചെയ്യണം? നീ പറ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇനി അത് അവിടെ കിടക്കട്ടെ, എപ്പോഴേലും വിൽക്കുവാണെ വിൽക്കുവോ എന്നും ചെയ്യണം. കാരണം എന്ത് ചെയ്യാൻ പറ്റുന്നത്? എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ? പ്രാർത്ഥിച്ചെന്തേലും ഇനിയിപ്പോ ഞാൻ പ്രാർത്ഥിച്ച് അതിനെ കിടക്കുന്നവന് വേണ്ടി പ്രാർത്ഥിച്ച് ദൂതനെടുത്ത് തോണ്ടി എറിഞ്ഞിക്കഴിഞ്ഞാൽ ഞാനല്ല, എനിക്കല്ല അതിന്റെ ബുദ്ധിമുട്ട്. പ്രാർത്ഥിച്ച ദൂതം വരും, ദൂതനെടുത്ത് എറിയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞു, നീ അവനോടൊന്ന് പറഞ്ഞേര്, ചേട്ടൻ ഇതൊക്കെ അറിയാവെന്ന്. രാമൻ പറഞ്ഞു. പണ്ട് അരാമ്യര് യുദ്ധം ചെയ്തപ്പോളെ അരാമ്യ രാജാവ് പറഞ്ഞു, നമ്മുടെ രഹസ്യങ്ങൾ മുഴുവനും എവിടെയോ ആരോ പിടിക്കുന്നുണ്ട്. അവന് ഒരുത്തൻ എവിടെയാ പർവ്വതത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എലീശ അവനെല്ലാം സ്കാൻ ചെയ്ത് വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക. അത് കാരണം കൊണ്ട് അവനെ പിടിക്കാന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾ നയത്തി ഇടപെടും നല്ലതാ. ഇവര് പറഞ്ഞു, ഒരു 50 പേരെ അയച്ചു, ഒരു രക്ഷയില്ല, നടക്കുന്നില്ല, എല്ലാത്തിനെയും കത്തിച്ച് ദൂരെ കളഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം ഒരു വലിയ കൂട്ടം വന്നപ്പം എലീശ പറഞ്ഞു, ഇവരെ അന്തള വരുത്തി, ഇവരെ പിടിച്ചോണ്ട് പോയി ശമരിയുടെ രാജാവിന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, വേണ്ട നിൽക്കുന്ന അരാമ്യ പടയെന്ന് പറഞ്ഞു വെട്ടട്ടെന്ന് ചോദിച്ചു.
പിതാവെ വെട്ടട്ടെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, അയ്യോ വെട്ടണ്ട, അല്ല ഫുഡൊക്കെ കൊടുത്ത് പറഞ്ഞു വിടാൻ പറഞ്ഞു. ചില സ്ഥലത്ത് നിങ്ങൾ വെട്ടാൻ പോകരുത്. ചില സഹോദര ബന്ധങ്ങളിൽ ഞാൻ ആത്മാവിൽ ഇടപെട്ട് ഇതൊന്നും പറയാൻ പറ്റാത്ത കാര്യം. ഞാൻ എന്റെ കാര്യമായിട്ട് പറയും. ഇനി ഞാനിത് വേറൊരാൾ വീട്ടിലാണ് പറയുന്നെങ്കിൽ പാസ്റ്റർ വന്ന് അവരെ തമ്മിൽ അടിയുണ്ടാക്കി, അവർ തമ്മിൽ വിഷയമായി, ഇതൊക്കെ പറയും. ഇതിനൊക്കെ തൊള്ള കാര്യം പറയുന്നേ. സ്വന്തം സഹോദരനാണ്, എന്റെ സ്വന്തം അളിയനാണ്. അവന് ആ സ്ഥലം വേണം, കാരണം അവന്റെ സ്ഥലത്തിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമുണ്ട്. അവനത് മേടിച്ചാൽ കൊള്ളണം. അവന് പൈസ ഇല്ല, എനിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റൂ? പറ. എന്റെയിലും കാശില്ല. എനിക്ക് കുറച്ചുണ്ടായിരുന്നെങ്കിൽ ഞാൻ അബ്രഹാമിനെ പോലെ ഫ്രീ ആയിട്ട് കൊടുത്തു. എന്താ ജയം വ്യാപരിക്കും? മനസ്സിലായോ ഞാൻ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതെനിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനും പറ്റുന്ന കാശും വേണം, അവനാ സാധനം വേണം. എന്തായാലും ദൈവത്തിന്റെ കൃപ ഞാൻ എന്ത് ചെയ്തു, ഏതായാലും അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെ ഇങ്ങനെ കിടക്കുവാണ്. ദൈവം എന്ത് ചെയ്യട്ടെ, അതിനൊരു പരിഹാരം ഉണ്ടാക്കട്ടെ. അപ്പൊ എന്നോട് ദൈവം പറഞ്ഞു, ഇതാണ് വിഷയം. ആരാ? മിദ്യാൻ. ആരാണ് മിദ്യാൻ? മിദ്യാൻ ആരാണ്? അബ്രഹാമിന്റെ വെപ്പാട്ടി കെതൂറയിൽ ഉണ്ടായ മകനാണ്. ഇപ്പൊ ആരെ ചവിട്ടി പിടിച്ചു വെച്ചോണ്ടിരിക്കുക? വാക്തത്വം ഉള്ളവനെ ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കുക. എത്ര വർഷമായിട്ട്? 7 വർഷമായിട്ട് ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഇന്ന് രാത്രി ആ കെട്ട് പൊട്ടാൻ പോവാ. ആ കെട്ടിനെ ഇന്ന് രാത്രി ദൈവാത്മാവ് പൊട്ടിക്കുക. ചില കുടുംബങ്ങൾക്കകത്ത്, ചില ബന്ധങ്ങൾക്കകത്തിലൂടെ, ചില രക്തബന്ധങ്ങൾക്കകത്തിലൂടെ, ചില സഹോദര ബന്ധങ്ങൾക്കകത്തിലൂടെ കയറി വന്ന ബന്ധനങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഞാൻ വചനം പറഞ്ഞിട്ട് ഇത് അഴിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഇന്നത്തെ ഇന്ന് ഇത് അഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത് അഴിയാൻ സാധ്യത. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഏതെങ്കിലും സഹോദര ബന്ധങ്ങൾ, ഏതെങ്കിലും രക്തബന്ധങ്ങൾ, ഏതെങ്കിലും ബന്ധങ്ങളിലൂടെ നിങ്ങളെ കെട്ടിയിരിക്കുന്ന കെട്ട് ദൈവാത്മാവിനോട് പറയുന്നു, ഇന്ന് രാത്രി ഈ 20ാമത്തെ രാത്രി അഴിച്ചു മാറ്റുക. വിശ്വസിക്കുന്നവരുടെ മേലെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറണം. അഭിഷേകത്താൽ ഇന്ന് രാത്രി ജയം വ്യാപരിക്കട്ടെ. ദൈവാത്മാവ് പറയുന്നു കേട്ടോ. ഇവിടെ സമാധാനത്തോടെ പറഞ്ഞു. അവിടെ എന്താ സംഭവിച്ചെന്നറിയോ? പിന്നെ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അരാമ്യപ്പട പിന്നെ ഒരിക്കലും എന്തിട്ടില്ല, ശബരിലേക്ക് വന്നിട്ടില്ല. ചിലതിനെ നമ്മൾ വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ അതിനാ ഈ അകത്ത് ആൾതാമസം വേണമെന്ന് പറയും. ചിലരങ്ങോട്ട് ഒന്നിലറിഞ്ഞ് രണ്ടാമത്തിന് വഴക്കുണ്ടാക്കി, പണക്കം ഉണ്ടാക്കി, വിഷയം ഉണ്ടാക്കി, ആകപ്പാട്. ചില പെണ്ണുങ്ങൾ സാമർഥ്യമുള്ള സ്ത്രീയെ ആർക്ക് കിട്ടും, ഭാര്യ ആർക്ക് കിട്ടും, അവിടെ വില മുത്തുകളിൽ കയറും. ഞാനൊരു കാര്യമാണ്, നിങ്ങൾക്കൊരു വെളിപ്പാടാണ് തരാം. സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറയാം. സഹോദരിമാരിനകത്ത് ഒത്തിരി ഉണ്ട്, എനിക്കും സന്തോഷം. ഈ സ്ത്രീയെ സൃഷ്ടിച്ചത് എവിടെ നിന്നറിയാമോ? ഈ ഇടത്തെ സൈഡിലെ വാരിയലിനടുത്താണ് സൃഷ്ടിച്ചത്. അപ്പൊ ഇടത്തെ സൈഡ് വാരിയലിനോട് ചേർന്നാണ് ഹൃദയം ഇരിക്കുന്നത്, അല്ലേ? അപ്പൊ ഹൃദയത്തിന്റെ ഇടത് കൈയുടെ ഇടയെന്നാണ് ഈ വാരിയലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചേക്കുന്നത്. അപ്പൊ സ്ത്രീ എന്തിനുള്ളതാണ്? സംരക്ഷിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും ഉള്ളതാണ്. രാമൻ പറഞ്ഞു, ഇതൊരു വലിയ മർമ്മോ. സ്ത്രീ എന്തിനുള്ളതാണ്? സംരക്ഷിക്കപ്പെടാനും, ഈ കരം സംരക്ഷിക്കപ്പെടാനും, ഹൃദയം സ്നേഹിക്കപ്പെടാനുള്ള. അതുകൊണ്ടാണ് ദൈവം അവിടുന്ന് തന്നെ എടുത്തത്. അന്നേ പിന്നെ ദൈവം ഇവിടുന്ന് എടുക്കാഞ്ഞ്, വേറെ ഒരു സ്ഥലത്തും എടുക്കാഞ്ഞ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ സ്ത്രീയെ ചവിട്ടുന്നവരെ, അടിക്കുന്നവരെ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അടി എന്ത് ചെയ്യും? എവിടുന്നേലും കിട്ടും. പണ്ടൊരു ആന്റി പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് ആന്റിക്കിട്ട് അടിക്കാൻ തുടങ്ങി. അടിയോടടി. ആന്റി പാസ്റ്ററോടൊന്ന് പറഞ്ഞു, എന്റെ പാസ്റ്ററെ, പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റുന്ന അടിയാണ്, എനിക്കിട്ട് അടിക്കുകയാണ്. ശരി, പാസ്റ്റർ പറഞ്ഞു, ഇനി അടിക്കത്തില്ല. ദൂതൻ എന്ത് ചെയ്യും? അവന്റെ കൈ പിടിക്കുമെന്ന് പറഞ്ഞു. അന്ന് എന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അടിക്കാൻ കൈ പൊക്കിയപ്പോൾ ആരോ പുറകെ പിടിച്ച പോലെ പുള്ളിക്ക് തോന്നി, കൈ ഉളുക്കി. ഒരാഴ്ചയായിട്ട് പുള്ളി മിണ്ടാതിരിക്കുക. അടുത്ത ആഴ്ച ഭാര്യയോട് പറഞ്ഞു, ഞാനും പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, എന്നാ എന്റെ പുറത്തിന്റെ ഇവിടെ ഒരു വേദന. പുള്ളിക്കാരൻ എന്നിട്ട് നമുക്ക് പറയാനങ്ങോട്ടൊരു ഭയങ്കര ബുദ്ധിമുട്ട്. പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, ഒരു സത്യം ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം കൂടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ അടിക്കാൻ വേണ്ടി കൈ പൊക്കിയപ്പോൾ ആരോ എന്റെ കൈക്ക് പിടിച്ചു. രക്തം ജയം വ്യാപരിക്കട്ടെ.
ഞാൻ പറയാം, പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചാൽ കയ്യെ പിടിക്കും. പിന്നെ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാക്ക് എന്ത് ചെയ്യണം? വളരെ സൂക്ഷിക്കണം. വെറുതെ ചോദിച്ചടി എന്ത് ചെയ്തരുത്, നമ്മൾ മേടിക്കരുത്. രക്തം ചെയ്യാൻ. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു, നാവ് ചെറിയ അവയവമെങ്കിലും വലിയ വമ്പ് പറയുന്നു, വലിയ കാട് കത്തിക്കും. അതുകൊണ്ട് നാവ് അത് ദൈവത്തിന്റെ പ്രവചനവും ആത്മാവും ഒക്കെ ഇടവന്നു. ചിലരൊക്കെയാണ് വേണ്ടാത്ത വയ്യാവേലി പിടിച്ചോണ്ട് വന്ന് എന്ത് ചെയ്യും? വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശ്വാസം എന്ത് ചെയ്യട്ടെ? ആ ഭാഗത്തൂടെ വന്നപ്പോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് വർദ്ധിച്ചു വരണം. ആനോക്കിനെ പോലെ ഒരു കുടുംബജീവിതം. ഒരു പഴയ നിയമത്തിന് ഇത് പറ്റുമെങ്കിൽ നമുക്ക് പറ്റും ദൈവമക്കളെ. ഒരു പഴയ നിയമത്തിന് 300 വർഷം നടന്നിട്ട് ഈ പുത്രന്മാരെ ജനിപ്പിച്ച് ഒരു കുഴപ്പമില്ല. അത് മാത്രമല്ല, പുള്ളി എടുക്കപ്പെടുകയാണ്. മരണം കാണാതെ അവൻ എടുക്കപ്പെട്ടു. അടുത്ത ഭാഗം നോക്കിയോണേ. അടുത്ത അവന്റെ തലമുറയിലാണ് കൃപയുള്ളവർ ജനിക്കുന്നത്. ഓ, എല്ലാം പിടുത്തം കിട്ടിയോ? കൃപയുള്ളവർ ജനിക്കണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വീടിനകത്ത് നടക്കണം. ആരാ കൃപയുള്ള? ആരാ ജനിച്ചേ? ലാമേക്ക്. ലാമേക്കിന് കൃപ കിട്ടിയെന്നല്ല, ലാമേക്ക് ജനിച്ചു. ലാമേക്കിന് ഒരു മകൻ ജനിച്ചു. ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നു പറഞ്ഞ് നോഹ എന്ന് പേരിട്ടു. ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്നാണ് ഹാനോക്കിനെ ദൈവം എടുത്തത്. ഓ, അപ്പോൾ നിങ്ങൾക്ക് ദൂത് പറഞ്ഞു, ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്നാണ് ദൈവം ഹാനോക്കിനെ എടുത്തത്. അപ്പൊ പിശാചിന് ഒരു കാര്യം മനസ്സിലായി, എടാ മരണം കാണാതെ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ദൈവത്തിന്. ആ തലമുറ വന്നവര് പറയാണ്, ദൈവത്തിന്റെ സാക്ഷ്യം പറയാണ്, ഞങ്ങളുടെ വെല്ലുപ്പിനെ ഉണ്ടല്ലോ ദൈവം എടുത്തോണ്ട് പോയതാണ്. ഓ, ഷേത്തിന് പറയാൻ പറ്റാത്ത, ഏനാശിന് പറയാൻ പറ്റാത്ത അടുത്ത തലമുറ വന്നപ്പോ പറയാണ്, എടാ ഞങ്ങളുടെ വെല്ലുപ്പിന് ഹാനോക്കുണ്ടല്ലോ, ആ ഹാനോക്കിനെ ദൈവം എടുത്തോണ്ട് പോയി. ഞങ്ങൾക്കറിയാം. അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ കൂടെ നടന്നപ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ഓ, രക്തം ചെയ്യും. ചിലർക്ക് ഇത് പിടുത്തം കിടന്നു. ദൈവത്തിന്റെ കൂടെ നടന്നപ്പോൾ ദൈവം ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്താണെന്നറിയാമോ? മരണം കാണാതെ ഒരുത്തരെ എടുത്തോണ്ട് പോയി. ഓ, ചുമ്മാ വായിക്കില്ലേ? ബൈബിളൊക്കെ വെറുതെ വായിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി നമ്മൾ വായിച്ചാ. ഇങ്ങനെയൊക്കെ ഇതിനകത്ത് ഞങ്ങളുടെ ചർച്ചയിൽ വരുന്ന ചില സഹോദരിമാർ പറയും, പാസ്റ്ററെ ഇത് പ്രസംഗിക്കുമ്പോഴാണ് ഞങ്ങൾ ഓർക്കുന്നത് ഇങ്ങനെ ഇതിനകത്തുണ്ട്. ഞങ്ങൾ വായിച്ചിട്ട് ഞങ്ങൾക്കൊന്നും പിടുത്തം കിട്ടുന്നില്ലല്ലോ. പാസ്റ്ററെ, എങ്ങനെ പിടുത്തം കിട്ടും? വായിക്കുന്നില്ല. ആകപ്പാടെ വായിക്കുന്നത് എന്തായിരിക്കും? സങ്കീർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് സഹോദരിമാർ വായിക്കുന്നത്. ഈ സങ്കീർത്തനം ചോദിച്ചാൽ ഇവരെല്ലാരും പറയും, അവർക്കെല്ലാം കൃത്യമായിട്ട് സങ്കീർത്തനം അറിയാം. പക്ഷെ വേറൊന്നും എന്ത് ചെയ്യത്തില്ല. 5-ാം അധ്യായം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം എന്താണ്? ആദാമിന്റെ വംശപാരമ്പര്യമാണ്. ആ വംശപാരമ്പര്യത്തെ അത് എന്നാ നോക്കാൻ? അവര് മരിച്ചു, വേറെ പണിയൊന്നുമില്ല. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എന്നാ? ഓ, കുറെ യേശുവിന്റെ വംശാവലി, അതിനകത്തൊന്നും ഒന്നുമില്ല. എന്റെ പാസ്റ്റർ എന്തിനും ഉള്ളതോ? നമ്മൾ നോക്കുമ്പോ ഇതൊന്നും കാണത്തില്ല. പക്ഷെ അതിനകത്തായിരിക്കും നമ്മുടെ വാക്തത്വം മറഞ്ഞിരിക്കുന്നത്. ദാവീദ് പാപം ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാം, അല്ലേ? എല്ലാവർക്കും അറിയാം. എന്താ പാപം ചെയ്യാനുള്ള കാരണം എന്നറിയാമോ? അതറിയത്തില്ല. ദാവീദിന്റെ വെല്ലുമ്മ ആരാന്നറിയാമോ? ആരാ? നമ്മുടെ പഴയ ഒരാളുണ്ട്, ഒരു മുത്തശ്ശി. ഈ എരിഹോവിന്റെ മതിലിനടെ താമസിച്ച ഒരു വേശ്യാസ്ത്രീ ഇല്ലേ? മിണ്ടുന്നില്ല. ഒരു വേശ്യാസ്ത്രീ. ആ, രാഹേബ്. ഇവിടെ വംശപാരമ്പര്യം, ഈ പാരമ്പര്യം എന്ത് ചെയ്തു? ഈ ദാവീദ് മോളിക്കൂടെ നടന്നപ്പം സമയം നോക്കി, അതാ പാപ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ പിടുത്തം കിട്ടിയോ? അവസരം നോക്കിയാണ് ഇവൻ കയറത്തുള്ളൂ. എന്നുവെച്ചാൽ ഈ പാരമ്പര്യത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ദൈവം ക്ഷമിച്ചു, അവിടെ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടുമെന്ന് പറയുമ്പോൾ ദൈവം ഈ പുറകിലോട്ടുള്ള കാര്യങ്ങളെ നോക്കും. ചുമ്മാ അങ്ങ് വെട്ടിക്കീറി കളയുമല്ല. ദൈവം പരിശോധിച്ചപ്പം എന്തുകൊണ്ട് ദാവീദ് ഇത് ചെയ്തു, എന്തുകൊണ്ട് ദാവീദിന്റെ ജീവിതത്തിൽ ഇത് വന്നു? എടാ, ഇവന്റെ പാരമ്പര്യം കിടക്കുന്ന രാഹാബിലാണ്. വേശ്യാസ്ത്രീയിലെ പാരമ്പര്യം കിടപ്പുണ്ട്. അത് വന്ന ആ സ്പിരിറ്റ് എന്ത് ചെയ്തു?
ഇവനെ സ്വാധീനിച്ചു. ഇനിയിപ്പോ നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യം എന്താ, എന്നാ പിന്നെ ദൈവത്തിന് അതൊന്ന് മാറ്റാൻ പറ്റായിരുന്നു? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് എന്നാ പറയാനെന്ന് എനിക്കിതിനൊന്നും അങ്ങനെയൊക്കെ ചോദിച്ച ആൻസറുകളില്ല കേട്ടോ. ഇതൊക്കെ ദൈവത്തിന് മാറ്റം. അപ്പൊ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഇത് എന്ത് ചെയ്യും, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് ചില എന്തുണ്ട്, നമ്മളോട് എപ്പോഴും പോരാട്ടമുണ്ട്. മുറുകെ പറ്റുന്ന പാപം, മുറുകെ പറ്റുന്ന പാപം, അതിനെ നമ്മൾ ജയിക്കണം. നിങ്ങൾ പാപം ഇല്ലെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് പറയാ, ഞാൻ ദിനം പ്രതി മാനസാന്തരപ്പെടുകയാണ്, ഞാൻ എന്നും എന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞെത്തിയാണ്, മാനസാന്തരപ്പെടുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്ന 20ാമത്തെ രാത്രിയിൽ ചില സഹോദരന്മാരിലൂടെ, ചില കുടുംബങ്ങളിലൂടെ, ചില പാരമ്പര്യങ്ങളിലൂടെയൊക്കെ വന്നു കയറിയ ചില കെട്ടുകൾ, ചില ബന്ധനങ്ങൾ ദൈവം ഇന്ന് രാത്രി അഴിച്ചു മാറ്റുകയാണ് കേട്ടോ. ഭയങ്കര ഡെലിവറൻസ് ചില കുടുംബങ്ങൾക്കകത്ത് ഇന്ന് രാത്രി, എല്ലാ കുടുംബങ്ങൾക്കകത്തും അത് റിലീസാകട്ടെ, റിലീസാകട്ടെ. യേശുവിന്റെ നാമത്തിൽ റിലീസാകട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. ആമേൻ, 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 ആമേൻ. അപ്പൊ ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പം, നമ്മൾ ബൈബിള് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പം ഇതൊക്കെ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുക. അവർക്ക് ഇസ്മയേൽ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള സഹോദരമത്തിലൂടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ, നമുക്ക് നമ്മുടെ പല ബന്ധങ്ങളിലൂടെയും പ്രശ്നങ്ങളുണ്ട്. അതിനെ നമ്മൾ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണം, അതിനെ അഴിച്ച് മുന്നോട്ട് പോകണം. അപ്പം ലാമേക്കിന് നോഹ ജനിച്ചു, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. കണ്ടോ, എടുക്കപ്പെട്ടവന്റെ തലമുറക്കകത്തുനിന്ന് കൃപയുള്ള ഒരുത്തൻ ജനിക്കുക. എന്നിട്ട് പറയാണ്, നീ പെട്ടകം ഉണ്ടാക്കണം. എന്തിനാ? നിന്റെ കുടുംബത്തിന് വേണ്ടി നീ പെട്ടകം ഉണ്ടാക്കണം. നോഹ പെട്ടകം ഉണ്ടാക്കിയത് നാട്ടുകാർക്ക് വേണ്ടിയല്ല. വേണേ കയറാം, പക്ഷെ നീ അവന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം പണിതു. ഇത്രയും വലിയ പെട്ടകം ഈ നോഹയുടെ കുടുംബത്തിന് വേണോ? ദൈവത്തിനറിയാം അവനെ കയറത്തുള്ളൂ, വേറെ ഒരുത്തനും കയറാൻ പോകുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടു വന്നവരോടും മാറി ഒറ്റയ്ക്ക് ദൈവത്തെ ആരാധിക്കുന്നവരോടൊക്കെ പറയാം, ചിലരൊന്നും കേറണ്ട. പക്ഷെ പ്രളയം വരുന്നതിന് മുമ്പേ ഹാനോക്ക് എടുക്കപ്പെട്ടത് ഒരു വെളിപ്പാടാണെങ്കിൽ, പ്രളയം വരുന്നതിന് മുമ്പേ, ജനമെല്ലാം നശിക്കുന്നതിന് മുമ്പേ ഹാനോക്കിനെ എടുത്തുകൊണ്ടുപോയത് ദൈവം കാണിച്ചൊരു വെളിപ്പാടാണെങ്കിൽ, രക്ഷിക്കപ്പെടാത്തവർ ഈ ലോകത്ത് കിടക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞാനും നിങ്ങളും ഇവിടുന്ന് എടുക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്ന് ഇവിടെ വെളിപ്പെടുത്തി കാണിക്കുകയാണ് ദൈവം. ഹാനോക്കിനെ എടുത്തുകൊണ്ട് പോയപ്പം ഒരു വെളിപ്പാട് അവിടെ കിടക്കുകയാണ്. പ്രളയം വരുന്നതിന് മുമ്പേ പ്രളയത്തിനകത്ത് എല്ലാവരും നശിക്കുമ്പോൾ അതിനു മുമ്പ് ഒരുത്തൻ എടുക്കപ്പെട്ടു. അവന്റെ പേര് ഹാനോക്ക്. അതിനകത്ത് അവൻ മരിച്ചില്ല, അവൻ പെട്ടതിനകത്ത് കയറി. ആമേൻ, 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 ആമേൻ. ഇന്ന് രാത്രി ദൈവം പറയുന്നു, എന്ത് പ്രശ്നങ്ങൾ ഏത് രാജ്യത്തുണ്ടായാലും, ഏത് വിഷയം ഏതായാലും, കൃപ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, വാഗ്ദത്തം നമ്മുടെ മേലുണ്ടെങ്കിൽ, വാഗ്ദത്തം നമ്മുടെ മേൽ ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ പെട്ടകത്തിനകത്ത് പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. യേശുവിന്റെ നാമത്തിൽ ഇനിയും പെട്ടകത്തിനകത്ത് കയറാനുള്ളവരുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടാനുള്ളവർ, സ്നാനപ്പെടാനുള്ളവരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവർ, ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നത്, സ്നാനപ്പെടണം കേട്ടോ. ഇനി സ്നാനപ്പെടുന്നത് സ്വർഗത്തിൽ പോകാനല്ല കേട്ടോ. ചിലർ പഠിപ്പിക്കുക സ്നാനപ്പെടുന്ന സ്വർഗത്തിൽ പോകും. സ്നാനപ്പെട്ട ആരും സ്വർഗത്തിൽ പോകത്തില്ല. അങ്ങനെ എങ്ങും ബൈബിളിൽ എഴുതിയിട്ടില്ല. അവിടെ പറയുന്നതെന്നറിയോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്നാനപ്പെടാത്തവർ സ്നാനപ്പെട്ടിരിക്കണം. പിന്നെ അടുത്ത പടിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിച്ച് ശരിയാക്കി എടുത്തോളൂ. അതിനൊന്നും ആരെക്കൊണ്ടും പറ്റുന്ന കാര്യമൊന്നുമല്ല.
അതൊക്കെ ദൈവം തമ്പുരാൻ ചെയ്തോളും. പക്ഷെ വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണം. ദൈവം അവനോട് ഇങ്ങനെ പറയുന്നു, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ചില സ്നാനങ്ങൾ, ദേവദാസി ബീന സിസ്റ്ററെ, ചില സ്നാനങ്ങൾ പരിശുദ്ധാത്മാവ് ആമേ ചെയ്യാൻ പോകുക, ചില സ്നാനങ്ങൾ നടക്കാൻ പോവുകയാണ്. ചിലർ സ്നാനത്തിന് വേണ്ടി വരാൻ പോവുകയാണ് കേട്ടോ. കാരണം ചിലർ സ്നാനത്തിന് വേണ്ടി എന്റെ ദൈവമാവ് കാണിക്കുന്നു, ഈ ക്യൂ നിൽക്കുന്നത് പോലെ യോർദാനിന്റെ കടവിൽ ക്യൂ നിൽക്കുന്നത് പോലെ സ്നാനത്തിന് ക്യൂ നിൽക്കുന്ന ആളുകൾ, അങ്ങനത്തെ ഒരു കാലഘട്ടം ദൈവം തുറക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ നമ്മളൊരാൾ സ്നാനപ്പെടുമ്പോ സന്തോഷിക്കണം കേട്ടോ. ഒരാൾ യേശുവിൽ വരുമ്പോ സന്തോഷിക്കണം. അതാണ് സ്വർഗം തുറക്കുന്നത്. ഒരാൾ സഹോദരൻ സ്നാനപ്പെട്ടല്ലോ, ഒരാൾ യേശുവിനെ അറിഞ്ഞല്ലോ, ഒരു തലമുറ യേശുവിനെ അറിഞ്ഞല്ലോ. ദൈവം അത്ഭുതം ചെയ്യട്ടെ. നാളെ എന്നോട് സഹോദരി പറഞ്ഞു, പാസ്റ്ററെ ഞാൻ സ്നാനപ്പെട്ടു, പക്ഷെ എന്റെ ഭർത്താവ് സ്നാനപ്പെട്ടില്ല. എനിക്കൊന്ന് പള്ളിയിലൊക്കെ ഞാൻ പോകുന്നു, ഇടയ്ക്ക് പള്ളിയിൽ പോകാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് പള്ളിയിൽ പോകാതിരുന്ന് കുടുംബകലം ഉണ്ടാക്കരുത്. നിങ്ങളുടെ ഭർത്താവ് സ്നാനപ്പെട്ടില്ലെങ്കിൽ ഭർത്താവ് പള്ളിയിൽ വിളിച്ചാൽ നിങ്ങൾ പള്ളിയിൽ പോണം. അതുകൊണ്ട് നിങ്ങളെ ദൈവം ശിക്ഷിക്കത്തൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവത്തോട്. നിങ്ങളുടെ നല്ല നടവ് കണ്ട് ഭർത്താവ് നിങ്ങളോട് ചേർന്ന് നടക്കും. അവിടെ ഞാൻ സ്നാനപ്പെട്ടതാ, ഞാൻ അഭിഷേകം കൊണ്ട് ഞാൻ പള്ളിയിലോട്ട് വരത്തില്ല, ഞാൻ ഭർത്താവ് പള്ളിയൊന്നും വരത്തില്ല, ഞാൻ അവിടെ ഒന്നും വരത്തില്ല പറഞ്ഞാൽ കുടുംബകലകം തുടങ്ങി. ജീവിതകാലത്ത് സമാധാനം കിട്ടത്തില്ല. പരിജ്ഞാനത്തോടെ, വിവേകത്തോടെ, അബീഗയൊക്കെ ഇടപെട്ട് കണ്ടോ, വിവേകത്തോടെ, പരിജ്ഞാനത്തോടെ അങ്ങനെ ചേട്ടൻ അറിയോ, വിശ്വാസം അങ്ങോട്ട് കൂടിയിട്ട് പിന്നെ നിങ്ങളുടെ പള്ളിയിൽ പോക്ക് ഞാനിത് മരിച്ചു. നിങ്ങളുടെ നമ്മുടെ ഹൃദയത്തിനകത്തല്ലേ കർത്താവ് വസിക്കുന്നത്. ഹല്ലേലൂയ, രക്തം ചെയ്യാൻ വ്യാപരിക്കട്ടെ. ചിലരങ്ങോട്ട് ഭയങ്കര ട്രഡീഷൻ കയറിയിട്ട് പിന്നെ വീട്ടിൽ സമാധാനമില്ല. വാക്തത്വം തുറക്കപ്പെടട്ടെ. കൃപ എന്ത് ചെയ്തു? നോഹയ്ക്ക് ദൈവം കൃപ കൊടുത്തു. നോഹ തന്റെ കുടുംബത്തിന് വേണ്ടി പെട്ടകം തീർത്തു. നോക്കിക്കേ, ആനോക്ക് എടുക്കപ്പെട്ടു. മരണം വരുന്നതിന് മുമ്പേ, നാശം വരുന്നതിന് മുമ്പേ ആനോക്ക് എടുക്കപ്പെട്ടു. എന്താ അതിനെ കാണിക്കുന്നത് അറിയാമോ? മറ്റൊന്നുമല്ല, ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പേ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട ദൈവമക്കൾ ഇവിടുന്ന് എടുക്കപ്പെടുമെന്ന് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ ദൈവം തെളിയിച്ചതാണ്. ഈ വിശ്വാസം നമ്മുടെ അകത്തുണ്ടോ? നമ്മൾ വിജയിച്ചു. വിശ്വാസമുണ്ടോ? നമ്മള് അനുഗ്രഹിക്കപ്പെട്ടു. അപ്പൊ ഞാനിപ്പം വിശ്വാസത്തിന്റെ ഒരു ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ. അടുത്ത ഭാഗം പറയാൻ ഒരു 10 മണിയൊക്കെ ആകും. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ സംസാരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ സ്വന്തം ഇവിടെ നമ്മൾ കണ്ടത് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ എന്ത് ചെയ്തു? വർദ്ധിച്ചു പെരുകി. ഈ 2025 നമ്മൾ ഇരിക്കുന്ന കാലഘട്ടം ഇതൊരു വാഗ്ദത്ത കാലഘട്ടം എന്ന് പറയുന്നതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടം കൂടിയാണ്. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടം കൂടിയാണ്. ഞാൻ ജീവിക്കുന്നത്, ഞാൻ ഇരിക്കുന്നത്, ഞാൻ ചലിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടത്തിലാണ്. ഇത് വിശ്വസിക്കണം. അബ്രഹാമിന്റെ വംശത്തിൽ മറഞ്ഞു കിടന്ന് ദൈവം വെളിപ്പെടുത്തിയ വാഗ്ദത്ത കാലം എന്ന് പറയുന്നത് ന്യായപ്രമാണ യുഗത്തിൽ ആർക്കും അത് കനാൻ ദേശം വരെ അത് വന്നിട്ടുള്ളൂ. അവിടെ നിൽക്കുമ്പോൾ പുതിയ നിയമസഭയ്ക്ക് യോവേൽ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം, അന്ത്യകാലഘട്ടത്തിൽ ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെ പകരും. കണ്ടോ? അപ്പം ഇതെന്താണ്? ഒരു അന്ത്യകാലഘട്ടവും കൂടെയാണ്. ഇതൊരു പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്. ഇതൊരു കൃപായുഗം കൂടിയാണ്. ഇവിടെ നമ്മുടെ വാഗ്ദത്തം തുറക്കും. ഏറ്റവും വലിയ വാഗ്ദത്തമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എനിക്ക് ആ ഭാഗത്തൂടെ പോകണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സഞ്ചരിക്കണം. ഞാൻ അതുകൊണ്ട് പറയാം, അങ്ങോട്ട് കുറച്ചും കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും. സ്തോത്രം. അപ്പം ദൈവം ആദരിക്കുന്ന ഒരു കാലമുണ്ട്. ദൈവം ആദരിക്കുന്ന കാലം. എന്റെ ദൈവം എനിക്ക് ഇതുവരെ വേണ്ട വിധത്തിലൊരു അനുഗ്രഹം കിട്ടിയിട്ടില്ല. വേണ്ട വിധത്തിൽ എനിക്കൊരു ഉയർച്ച കിട്ടിയിട്ടില്ല. എന്റെ തലമുറയ്ക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ദൈവത്തെ കൊടുത്തു.
ഞാൻ ഒത്തിരിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ദിവസനിധി നിങ്ങളെ വിശ്വാസത്തോടെ, ഞാൻ ഇപ്പൊ പറഞ്ഞ വിശ്വാസത്തോടു കൂടെ, കുറച്ചു മുമ്പ് ആനോക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, അതേ വിശ്വാസത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം ഒരു അത്ഭുതത്തെ തുറക്കും. യോവേൽ പറഞ്ഞത് 2:18 പറയുന്ന ഒരു വേദവാക്യമുണ്ട്. സ്വരം തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴവും ഒക്കെ കുത്തിക്കളഞ്ഞ സംവത്സരത്തെ ആ കാലഘട്ടത്തെ ദൈവം നിനക്ക് മടക്കി തരും. കഴിഞ്ഞ കാലങ്ങളിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ സാമ്പത്തിക നന്മയായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം, ആത്മീയമായിട്ടുള്ളതായിരിക്കാം, തലമുറയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം. ഇന്ന് രാത്രി ദൈവാത്മാവ് പ്രവചിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ വാക്തത്വത്തിനകത്ത്, കാലഘട്ടത്തിനകത്ത് നീ പ്രവേശിച്ചു കഴിയുമ്പോൾ തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും 3 സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ വിശ്വാസത്താൽ അത് പ്രവചിച്ചു പറയുന്നു. ചില നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുന്ന, ചില നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുന്ന 2025 സ്തോത്രം വിശ്വസിക്കുന്നെങ്കിൽ അടുത്ത 11 ദിവസം കഴിയുന്നതിന് മുമ്പേ ദൈവം ചില അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ കാറ്റ് കാണത്തില്ല, നിങ്ങൾ മഴ കാണത്തില്ല, എന്നാൽ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. നിങ്ങൾ കാറ്റ് കാണത്തില്ല, നിങ്ങൾ മഴ കാണത്തില്ല. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവാത്മാവ് പ്രവചിക്കുന്നു, വിശ്വസിച്ചാൽ നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ, നഷ്ടപ്പെട്ട സമയങ്ങളെ, നഷ്ടപ്പെട്ട മേഖലകളെ ദൈവം തുറക്കാൻ പോകുകയാണ്. വാക്തത്വകാലം അടുത്തു. പറഞ്ഞ വാക്തത്വകാലം അടുത്തു. സ്തേഫാനോസ് പറയുകയാണ്, വാക്തത്വകാലം അടുത്തപ്പോൾ 75 പേര് 20 ലക്ഷം പേരായി. വാക്തത്വകാലം അടുത്തപ്പോൾ 20 ലക്ഷം പേരെ പുറത്തു കൊണ്ടുവരാൻ മോശയെ ദൈവം എഴുന്നേൽപ്പിച്ചു. കഷ്ടതയുണ്ടോ? ഉണ്ട്. പ്രതിസന്ധിയുണ്ടോ? ഉണ്ട്. വേദനകളുണ്ടോ? ഉണ്ട്. കടഭാരമുണ്ടോ? ഉണ്ട്. എന്നാൽ ഒരുത്തൻ എഴുന്നേറ്റു. പരിശുദ്ധാത്മാവ് എഴുന്നേൽക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടത്തിൽ ആ കാര്യസ്ഥൻ ഇന്നും പകൽ ഇന്ന് രാത്രിയിൽ ചിലർക്ക് വേണ്ടി ആ വാഗ്ദത്തം തുറക്കേണ്ടതിന്, ചില തലമുറകൾക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ചിലരുടെ റൂമിനകത്ത് പ്രത്യക്ഷമാകുകയാണ്. തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴവും കൊത്തിക്കളഞ്ഞതെല്ലാം മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. ആമേൻ. 20ാമത്തെ ദിവസം ചിലത് മടങ്ങി വരട്ടെ, ചില തലമുറകൾ മടങ്ങി വരട്ടെ. ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വേരോടെ പറിച്ചു കളയും. ചില ക്യാൻസറുകൾ അപ്രത്യക്ഷമാകട്ടെ, ചില മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, ചില വേദനകൾ, ചില അസ്ഥിരോഗങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രായത്തോട് വെല്ലുവിളിച്ചു നിന്ന ചില രോഗബന്ധനങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കഴിഞ്ഞ വർഷത്തെക്കാളും ആരോഗ്യം 2026 നിന്റെ അസ്ഥികൾക്ക് ബലം വർദ്ധിക്കാൻ പോവുക. 2026 നിന്റെ ചൈതന്യം വർദ്ധിക്കാൻ, നിന്റെ തേജസ് വർദ്ധിക്കാൻ പോവുക. സോഫിയ സെബാസ്റ്റ്യൻ എന്താ പറയുന്നത്? നിങ്ങളുടെ പുഷ്ടി വർദ്ധിക്കാൻ പോവുകയാണ്. 2026 പുഷ്ടി വർദ്ധിക്കാൻ പോവുകയാണ്. പച്ച പിടിച്ചും പുഷ്ടിയിൽ ഇരിക്കുന്ന അനുഭവങ്ങൾ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. 2026 സംവത്സരങ്ങൾ തിരികെ വരികയാണ്. സന്തോഷങ്ങൾ മടങ്ങി വരാൻ പോവുകയാണ്. ദൈവപ്രവൃത്തികൾ ആരംഭിക്കാൻ പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞോ. ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുകയാണ്. കൂടാര മാരക ധീരക രംധന സന്തരതിയാര യേശുവിൻ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. ദൈവമഹത്വം ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ. നഷ്ടപ്പെട്ടതെല്ലാം ഈ ദിവസങ്ങളിൽ ഈ 11 ദിവസത്തിനകം നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരട്ടെ. രോഗങ്ങൾ അപ്രത്യക്ഷമാകട്ടെ. 2026 പ്രവേശിക്കുമ്പോൾ ഒരു വാഗ്ദത്ത കാലം തുറന്നു എന്നുള്ള വിശ്വാസത്തോടെ ചില പൂട്ടുകൾ പൊളിച്ച് പുറത്തു വരട്ടെ. കർത്താവിനോട് പറയുന്നത് 2025 നിന്ന് 2026 നിങ്ങൾ കടക്കുമ്പോൾ ചില ലോക്കുകൾ ഓപ്പൺ ചെയ്ത് തരാൻ പോവുകയാണ്.
ഓ, ആ തനിയെ ആ ഗേറ്റ് തുറന്നതുപോലെ, തനിയെ ആ ഡോറ് തുറന്നതുപോലെ വിശ്വസിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, അവയെ പ്രവചിച്ചു പറയുന്നു. പത്രോസിന് വേണ്ടി തനിയെ പട്ടണത്തിന്റെ പ്രധാന ഗേറ്റ് തുറന്നതുപോലെ ചില രാജ്യങ്ങളുടെ ഡോറുകൾ ചില തലമുറകൾക്ക് വേണ്ടി 2026 പ്രാരംഭത്തിൽ തന്നെ തുറക്കുമെന്ന്. ഓ തുറന്നു വരട്ടെ. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, അവൻ കാലങ്ങളെയും സമയങ്ങളെയും അവൻ അറിയുന്നു. അവൻ രാജാക്കന്മാരെ വാഴിക്കുകയും അവൻ രാജാക്കന്മാരെ നീക്കുകയും ചെയ്യുന്നു. ചിലതിനെ നീക്കാൻ പോകട്ടോ, ചില പിന്നിലുള്ളതിനെ തള്ളി മാറ്റിയിട്ട്, പിൻപിലുള്ളതിനെ തള്ളി മാറ്റിയിട്ട് നിങ്ങൾ മുമ്പിലോട്ട് ഓടാൻ പോകുകയാണ്. വർധനവ് നടക്കാൻ പോകുന്നു. കർത്താവ് പറഞ്ഞു, വർധനവ് നടക്കാൻ പോകുന്നു. ഭയങ്കരമായ സമൃദ്ധിയും വർധനവും പരിശുദ്ധാത്മാവ് ഈ വാഗ്ദത്ത കാലത്തിൽ തുറക്കാൻ പോകുകയാണ്. നിങ്ങളുടെ തല വർധനവ് നടക്കാൻ പോകുന്നു. എന്റെ ലൈഫിനകത്ത്, എന്റെ തലമുറയ്ക്കകത്ത്, എന്റെ ചർച്ചിനകത്ത്, എന്റെ മിനിസ്ട്രിക്കകത്ത് ഹോളി സ്പിരിറ്റിന്റെ വർധനവ്. വാഗ്ദത്ത കാലം തുറന്നു കഴിഞ്ഞു. വാഗ്ദത്ത കാലം തുറന്നു. വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പ്രവചിക്കണം കേട്ടോ. നിങ്ങൾ പ്രവചിക്കണം. നിങ്ങൾ ദേശത്തെ പ്രവചിക്കണം. നിങ്ങൾ രാജ്യങ്ങളെ പ്രവചിക്കണം. പട്ടണങ്ങളെ പ്രവചിക്കണം. ഞാൻ ഇന്ന് രാവിലെ എന്റെ വീടിന്റെ അടുത്തോട്ട് വരുമ്പോൾ, ഞങ്ങളുടെ വീട് പുതിയൊരു കുറെ നാളായിട്ട് 2 വർഷം 3 വർഷം 2 വർഷമായിരുന്നു എനിക്ക് തോന്നുന്നത്, കോൺഫിഡൻസിന്റെ ഒരു ഫ്ലാറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ആ ഫ്ലാറ്റ് കാണാം. ഇപ്പൊ ഞാൻ ചർച്ചിലാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ വൈകിട്ട് ആ ഫ്ലാറ്റ് കാണാം. ഞാൻ കർത്താവിനോട്, കർത്താവ് കോൺഫിഡൻസിന്റെ ഒരു ഫ്ലാറ്റ് തന്നതിനായിട്ട് സ്തോത്രം. രാമൻ പറഞ്ഞ ഫ്ലാറ്റ് വേണ്ടവർ മാത്രം പറഞ്ഞാൽ മതി. സ്തോത്രം. കോൺഫിഡൻസിന്റെ ഒരു ഫ്ലാറ്റ് തന്നതിനായി സ്തോത്രം. അവിടെ ഒരു പ്രേയർ തുടങ്ങിയതിനായി സ്തോത്രം. അവിടെ നിന്നുള്ള ആളുകൾ ചർച്ചിലോട്ട് വരുന്നതിനായിട്ട് സ്തോത്രം. പ്രവചിക്കുക. വാഗ്ദത്ത കാലത്ത് നീ പ്രവചിക്കണം. വാഗ്ദത്ത കാലം തുറന്നു എന്നുള്ള തെളിവ് എന്താണെന്നറിയാമോ? നിന്റെ വാ കൊണ്ട് നീ പ്രവചിക്കാൻ തുടങ്ങും. നിന്റെ വാ കൊണ്ട് നീ പ്രവചിക്കാൻ തുടങ്ങും. നിന്റെ വാ കൊണ്ട് നീ വിശ്വാസം പറയണം. നിന്റെ വാ കൊണ്ട് നീ ചിലത് വെട്ടി മാറ്റിക്കളയും. യോബയാണ് അന്ത്യകാലത്ത് വാഗ്ദത്ത കാലം. ഈ ബന്ധക്കോസ്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്നത് യോബേല കേട്ടോ. പഴയ നിയമ പ്രവചനായ യോബേല് പറയുകയാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന് എന്റെ ആത്മാവിനെ പകരും. അപ്പൊ നമ്മൾ വാഗ്ദത്ത കാലത്തിന് അകത്ത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുകയാണ്. നമ്മുടെ അകത്ത് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ തുറന്നിട്ടില്ലാത്ത ചിലരോട് ദൈവാത്മാവിനെ എന്നോട് പ്രവചിക്കാൻ പറയുന്നു. നിങ്ങൾ ആത്മാവിനെ നോക്കി ഒന്ന് പ്രവചിക്ക. ഞാൻ വാഗ്ദത്ത കാലത്താണ്. വാഗ്ദത്ത കാലത്താണ്. ശാലബാല റീക്കദാന വൈഡമാന ശബ്ദമാന ധീരമന ഘടകരഗതിയാനവ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. അഭിഷേകത്താൽ ജയം വ്യാപരിക്കട്ടെ. എബ്രായലേഖനം നിർത്തി. എബ്രായലേഖനം 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എബ്രായലേഖനം 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എബ്രായലേഖനം 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എബ്രായലേഖനം 8-ാം അധ്യായം 10-ാം വാക്യം. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങൾ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. കണ്ടോ? ഞാൻ എന്റെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കും. പുറത്ത് കിടന്ന സാധനം എന്ത് ചെയ്യുക? ഇപ്പൊ അകത്തോട്ട് കയറുക. വാഗ്ദത്ത കാലം വന്നപ്പോൾ പുറത്ത് കിടന്ന ദേശങ്ങള്, പട്ടണങ്ങള്, ഗ്രാമങ്ങള് നമ്മുടെ അകത്തോട്ട് ദൈവം എന്ത് ചെയ്യുക? ഇൻബിൽറ്റ് ആക്കി വെച്ചേക്കുക. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഇത് തുറന്നു തരേണ്ട ആരാന്നറിയാം? ഇത് തുറന്നു തരണ്ടേ പരിശുദ്ധാത്മാവ്.
അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഇത് തുറന്നു തരേണ്ട പരിശുദ്ധാത്മാവാ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ, പല വീടുകളിലും പല വ്യക്തികളിലും പല ആളുകളിലും ദൈവത്തിന്റെ വാഗ്ദത്തം തുറക്കാത്തതിന്റെ കാര്യം മറ്റൊന്നുമല്ല, എന്തില്ല, ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസവും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ദൈവികമായിട്ടുള്ള ഒന്നും നടക്കുന്നില്ല. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് തുറക്കാൻ പറ്റും. യേശു പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ മറ്റൊരു കാര്യസ്ഥൻ വരും, അവൻ നിങ്ങളെ സ്വത്രം സകല സത്യത്തിനും വഴി നടത്തും. എന്റെ നെറ്റ് മിക്കവാറും തീരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നോക്കിയാൽ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥൻ മാത്രമല്ല, അവനൊരു ദൂതനും കൂടെയാണ്. പ്രിയമുള്ളവരെ, ആ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ചില വാഗ്ദത്തങ്ങൾ തുറക്കും. കൂടാരാമാന അതുരി ഘടകസ് വിശ്വസിച്ചാട്ടെ. ആമേ, ആ ദൂതൻ ആമേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരോട്, വിശ്വസിക്കുന്നവരോട് ഞാൻ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പ്രവചിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു ആത്മാവ് മാത്രമല്ല, അത് ദൈവത്തിന്റെ ദൂതനും കൂടിയാണ്. ഈ വാഗ്ദത്ത കാലത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുവാൻ ദൈവം അത് ഇന്ന് രാത്രി തുറക്കുകയാണ്. എല്ലാ കണ്ണുകളും ദൈവത്തിന്റെ അടച്ചാട്ടെ. നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വാഗ്ദത്ത കാലത്തേക്ക് ദൈവം ഇവരെ പ്രവേശിപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ കേട്ട ദൂതുകളെല്ലാം, കർത്താവെ, ഈ പ്രവചനങ്ങളെല്ലാം ഈ കേട്ടവരുടെ മേൽ പതിയട്ടെ. കർത്താവ്, അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കർത്താവ് എല്ലാ കുടുംബങ്ങളോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ മിസ്രയീമിൽ ജനം വർദ്ധിച്ചു എന്ന് പറഞ്ഞു. ഈ വാഗ്ദത്ത കാലത്ത് യേശുവിന്റെ നാമത്തിൽ ആയിരിക്കുന്ന എല്ലാ ജനങ്ങളും പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ച് 2025 2026 വാഗ്ദത്തങ്ങളെ നിറവിന്റെ സമൃദ്ധിയുടെ അനോയിന്റിങ് എല്ലാവരുടെ മേലും പതിയപ്പെടേണ്ട കർത്താവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനും അധികാരം പ്രാപിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ ദാസനായ ഞാൻ കർത്താവേ ജനത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ നിറവും ഉണ്ടാകട്ടെ, എല്ലാ സമൃദ്ധിയും ഉണ്ടാകട്ടെ. 20ാമത്തെ ദിവസം ഐ ഡിക്ലെയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവെ ഇവരെ വർദ്ധിപ്പിക്കണമേ, ഈ ചർച്ചിനെ വർദ്ധിപ്പിക്കണമേ, ഈ മിനിസ്ട്രിയെ വർദ്ധിപ്പിക്കണമേ, ഈ കുടുംബത്തെ വർദ്ധിപ്പിക്കണമേ. ഇവരുടെ എല്ലാ മേഖലയിലും ഒരു വാഗ്ദത്ത വർധനവ് ഞാൻ റിലീസ് ചെയ്യുന്നു. കർത്താവ്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, 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 ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.